أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارعه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك سميع قريب مجيب الدعوات وقاضي الحاجات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പൂനൂരിൽ വെച്ച് നടന്ന ആദർശ വിശദീകരണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് SK വിഭാഗം മനഃപൂർവ്വം തെറ്റിദ്ധാരണയുണ്ടാക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു CD, അത് ഓരോ ഭാഗങ്ങളായി വിശദമായി മറുപടി പറയുന്ന ഖണ്ഡനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അത് ഇൻഷാ അല്ലാഹ് 4-ാം തീയതി ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ തന്നെ വിശദമായ സംസാരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. CD ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയങ്ങളിൽ വെച്ച് അത് കേട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റിദ്ധരിപ്പിക്കലുകളുടെയും തെറ്റിദ്ധരിപ്പിക്കൽ അവരിലേക്ക് തന്നെ അല്ലാഹു തിരിച്ചുവിടുകയും സത്യത്തെ അല്ലാഹു തആല മറനീക്കി വെളിപ്പെടുത്തി അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സത്യദീനിനും സന്മാർഗത്തിനും എന്നും എതിരുകാരും ശത്രുക്കളും തെറ്റിദ്ധരിപ്പിക്കലുകാരും ഒക്കെ ഉണ്ടാവും. അത് പല പേരിലും പല ഭാഗത്തു നിന്നുമാവാം. എല്ലാം അല്ലാഹു തആല എല്ലാവിധ തെറ്റിദ്ധരിപ്പിക്കലുകളും തെറ്റിദ്ധാരണകളും നീക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചം കൂടുതൽ ശോഭയോടുകൂടി ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർക്കും നേതാക്കൾക്കും സുന്നത്ത് ജമാഅത്തിന്റെ നായകന്മാർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്നും ഷർറിൽ നിന്നും അല്ലാഹു തആല അവരെയും നമ്മെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ഫത്ഹുൽ മുഈൻ ഓതാം. ഒന്നാമത്തെ ഷർത്താണ്, വുളൂഇന്റെ ഒന്നാമത്തെ ഷർത്താണ് ഇന്നലെ വരെ നമ്മൾ ഓതി പൂർത്തിയാക്കിയത്. ഇനി ബാക്കി 4 ഷർത്തുകളാണ്. വസാനിഹ, വുളൂഇന്റെ ശുറൂത്തുകൾ, ഷർത്തുകളിൽ നിന്ന് രണ്ടാമത്തെ ഷർത്ത് ജറിയുമായിൻ, വെള്ളം നടക്കലാണ്, ഒലിക്കുക എന്നർത്ഥം, ഒഴുകിപ്പോവുക. എവിടെ? അലാ ഉളൂമിൻ മഅസൂലിൻ, കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേൽ. അതായത് വുളൂഇൽ അവയവങ്ങൾ 2 തരത്തിലുണ്ടല്ലോ. കഴുകപ്പെടുന്ന അവയവവും ഉണ്ട്, തടവപ്പെടുന്ന അവയവവും ഉണ്ട്. അതിൽ കഴുകപ്പെടുന്ന അവയവം എന്ന് പറഞ്ഞാൽ ഫർളായത് മുഖം കഴുകുക, കൈ 2 മുട്ടുൾപ്പെടെ കഴുകുക, കാൽ 2 നെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇതാണ് ഇപ്പൊ കഴുകൽ ഫർളായത്. ഇനി തടവൽ ഫർളായത് തലയിൽ നിന്ന് അല്പം തടയുക, അല്ലെങ്കിൽ തല മുഴുവനായി തടയൽ സുന്നത്ത്. അതുപോലെ തന്നെ ചെവി തടയൽ സുന്നത്ത്. അപ്പോ ഫർളായ നിലക്കും സുന്നത്തായ നിലക്കും തടകേണ്ട അവയവവും ഉണ്ട്, കഴുകേണ്ട അവയവവും ഉണ്ട്. ഈ കഴുകേണ്ട അവയവത്തിലാണ് വെള്ളം ഒഴുകി നടക്കുക അഥവാ ഒലിക്കൽ ഷർത്താകുന്നത്. തടയപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒഴുകൽ ഷർത്തില്ല, അഥവാ ഒഴുകി എന്നതുകൊണ്ട് കേടില്ലാനും. ഉദാഹരണം, ഒരാൾ
തടവുന്നതിന് പകരം തലയുടെ കഴുകി നോക്കുക. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ വെള്ളം ഒഴുക്കി കഴുകൽ ഷർത്തില്ല. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ അത് ഷർത്താണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഫദായുഫി, അപ്പൊ അതിന്റെ വിശദീകരണം മതിയാവില്ല. അയ്യമസ്സുൽ മാഉ, ഈ അവയവങ്ങളിൽ വെള്ളം തൊട്ടാ പോരാ. എങ്ങനെ തൊടുക? ബിലാജറയാനിൻ, വെള്ളം അങ്ങനെ ഒലിച്ച് നടക്കാതെ, വെള്ളം ഒഴുകാതെ അഥവാ നടക്കാതെ വെറുതെ വെള്ളം തൊട്ടാൽ പോരാ, സ്പർശിച്ചാൽ പോരാ. എന്തുകൊണ്ട് പോരാ? ലിഅന്നഹു, കാരണം ഈ മസ്, വെള്ളത്തെ തൊടുക എന്നത് അഥവാ ഒഴുകാതെ നിനക്ക് വെറും തൊടൽ മാത്രമുള്ളത്, ലായുസമ്മ, അതിന് പറയപ്പെടുകയില്ല ഉസ്ലൻ, അറബി ഭാഷയിൽ കഴുകുക എന്ന് പറയില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണെങ്കിലോ കഴുകാനാണ്. ഇദാ ഖുംതും മിനസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും എന്നിങ്ങനെ, വഅർജുലക്കും എന്നിങ്ങനെ ഫഗ്സിലൂ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂ ചെയ്യാൻ പറഞ്ഞപ്പോൾ മുഖവും കൈ രണ്ടും മുട്ടുവരെയും കാൽ നെരിയാണി വരെയും കഴുകാനാണ് പറഞ്ഞത്. അപ്പൊ ഭാഷാർത്ഥത്തിൽ കഴുകുക എന്ന് പറയണമെങ്കിൽ കൈകൊണ്ടോ മറ്റോ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ നനച്ചാ പോരാ, വെള്ളം ആ കഴുകുന്ന അവയവത്തിലൂടെ ഒഴുകണം. വസാലിസുഹ, മൂന്നാമത്തെ ഷർത്ത്, ഷർത്തുകളിൽ നിന്നുള്ള മൂന്നാമത്തേത് അല്ലാ യകൂന അലൈഹി, വുളൂ ചെയ്യുന്ന അവയവത്തിന്റെ മേൽ ഇല്ലാതിരിക്കണം. അവിടെ കഴുകപ്പെടുന്നത് എന്നോ തടവപ്പെടുന്നത് എന്നോ വ്യത്യാസമില്ല. വുളൂ ചെയ്യുന്ന അവയവങ്ങൾ ഏതും പെട്ട്. അപ്പൊ രണ്ടാമത്തെ ഷർത്ത് വെള്ളം ഒഴുകണം എന്ന് പറഞ്ഞ് കഴുകപ്പെടുന്ന അവയവത്തിനെ ഷർത്തുള്ളൂ. തടവപ്പെടുന്ന അവയവത്തിൽ വെള്ളം ഒഴുകൽ ഷർത്തില്ല. എന്നാൽ മൂന്നാമത്തെ ഷർത്ത് പറയുന്നത് അവയവത്തിന്റെ മേലില്ലാതിരിക്കണം. ഈ അവയവം എന്ന് പറയുന്നത് കഴുകപ്പെടുന്ന അവയവമായാലും വിരോധമില്ല, തടവപ്പെടുന്ന അവയവമായാലും വിരോധമില്ല, രണ്ടിന്റെ മേലും ഇല്ലാതിരിക്കണം. എന്ത്? വെള്ളത്തെ പകർച്ച വരുത്തുന്ന വസ്തുക്കളൊന്നും ഇല്ലാതിരിക്കുക. വെള്ളത്തെ പകർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞതിനെ നിറം മാറുക, അതല്ലെങ്കിൽ വാസന മാറുക, അല്ലെങ്കിൽ രുചി മാറുക. അങ്ങനെയുള്ള വെള്ളത്തിന്റെ പ്രകൃതിപരമായുള്ള നിറത്തിനെയോ മണത്തെയോ രുചിയെയോ മാറ്റി പകർച്ച വരുത്തുന്ന തരത്തിലുള്ള വസ്തുക്കൾ ഇല്ലാതിരിക്കുക. കുറഞ്ഞ പകർച്ചയല്ല, എങ്ങനത്തെ പകർച്ച? തയ്യുറൻ വാറൻ, വുളൂഇന് തടസ്സമാവുന്ന തരത്തിലുള്ള പകർച്ച എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് നിരുപാധികം പറയാൻ പറ്റാത്ത നിലക്ക് പകർച്ച, അധികരിച്ച പകർച്ച. അതൊക്കെ പണ്ട് പറഞ്ഞേപ്പെട്ടത്. തയ്യുറുവാറ് നില കുറഞ്ഞ പകർച്ചയല്ല, വെള്ളം എന്ന പേര് നിരുപാധികം പറയാൻ പറ്റാത്ത തരത്തിൽ അധികരിച്ച രീതിയിലുള്ള പകർച്ച. അങ്ങനെയുള്ള പകർച്ച ആക്കുന്ന വസ്തുക്കൾ അവയവത്തിൽ ഇല്ലാതിരിക്കുക. തടയുന്ന അവയവത്തിലുണ്ടാകാൻ പാടില്ല, കഴിയുന്ന അവയവത്തിലും ഉണ്ടാകാൻ പാടില്ല. ആ പകർച്ച വരുത്തുന്ന വസ്തു ഇതുപോലെ ഉദാഹരണക്ക് സാഷറാനി, കുങ്കുമം പോലെ. കുങ്കുമത്തിന് നിറം ഉണ്ടാവും, വാസനയും ഉണ്ടാവും. കുങ്കുമം കലങ്ങിയിട്ട് പച്ചവെള്ളം പോയിട്ട് ഒരു കളർ വെള്ളമായിട്ട് വന്നു, പച്ചവെള്ളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നു. സ്വന്തരി ചന്ദനം, ചന്ദനത്തിന്റെ നിറം അധികം കാണാനുണ്ടാവില്ലെങ്കിലും വാസന ഉണ്ടാവും. അപ്പൊ അത് വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത മറ്റൊരു, അപ്പൊ രുചി കൊണ്ടോ വാസന കൊണ്ടോ നിറം കൊണ്ടോ അധികരിച്ച പകർച്ച വന്നുകൊണ്ട് വെള്ളം എന്ന് നിരുപാധികം പറയാൻ പറ്റാത്ത നിരക്ക് പകർച്ച വരാം എന്ന വസ്തുക്കൾ വുളൂഇന്റെ അവയവത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതേസമയത്ത് പേരിന് കുറച്ചുണ്ട്. അത് വെള്ളം നനഞ്ഞപ്പം കുറഞ്ഞൊരു പകർച്ച വെള്ളത്തിന് വന്നു, പക്ഷേ വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിരക്കുള്ള അധികരിച്ച പകർച്ച ഇല്ലെങ്കിലോ കുഴപ്പമില്ലതാണ്. എന്നാൽ ഇവിടെ തന്നെ ഖിലാഫല്ലി ജമ്മി, ഏതാനും ചില ഇമാമിങ്ങൾക്ക് എതിരായ നിരക്ക് ഈ പറഞ്ഞ വിഷയം, അതായത് അവയവത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വസ്തുക്കളെ കൊണ്ട് വെള്ളം പകർച്ച വന്നാലും വുളൂ സഹിയാവുന്നതിന് തടസ്സമല്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മുഴത്തമത് പ്രബലമായതിനെതിരാണ്. മുഴത്തമത് ശരീരത്തിന് അധികരിച്ച പകർച്ചയാവുന്ന നിലക്കുള്ള വസ്തു അവയവത്തിൽ ഉണ്ടായാൽ അതുകൊണ്ട് പകർച്ച വന്നിട്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് വന്നാൽ അവയവത്തിലല്ലാത്ത
വസ്തു കൊണ്ടിട്ട് വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് പകർച്ച വന്നാൽ വെള്ളം തുഹൂറല്ലാതായി മാറും, ശുദ്ധിയാക്കാൻ പറ്റാതെയാവും മാറും. അതേ നിയമം തന്നെയാണ് അവയവത്തിൽ ഉള്ളതാണെങ്കിലും എന്നാണ് ഷാഫി മദ്ഹബിൽ മുഅ്തമദ്. ഈ മുഅ്തമദിനെതിരാണ് ഖിലാഫുൽ ജംഇ എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവയവത്തിൽ പറ്റിപ്പിടിച്ച സാധനം കൊണ്ട് വെള്ളം പകർച്ചയായാൽ അത് അധികരിച്ച പകർച്ചയാണെങ്കിലും കുഴപ്പമില്ല എന്ന്. പക്ഷെ അത് മുഅ്തമദല്ല. വറാബിഉഹ, നാലാമത്തെ ഷർത്ത്, അല്ലാ യകൂന അലൽ ഉദുവി, വുദൂഇന്റെ അവയവത്തിൽ ഇല്ലാതിരിക്കണം. അത് കഴുകപ്പെടുന്ന അവയവവും കണക്ക്, താഴ്ന്ന അവയവം എന്ന ഉപാധി വെച്ചത്. ബാക്കി രണ്ടിടത്തിലും കഴുകപ്പെടുന്ന അവയവമാണെങ്കിലും തടവപ്പെടുന്ന അവയവമാണെങ്കിലും ഒരു നിയമം തന്നെ. എന്തില്ലാതിരിക്കുക? ഹായിലുൻ ബൈനൽ മാഇ വൽ മൗസൂലി, കഴുകപ്പെടുന്ന ഈ അവയവത്തിന്റെയും വെള്ളത്തിന്റെയും ഇടക്ക് തടസ്സമാവുന്ന നിലക്ക്, മറയാവുന്ന നിലക്കുള്ള വസ്തു ഇല്ലാതിരിക്കണം. വെള്ളം ചേരുന്നതിനെ തടയാൻ, വെള്ളം ചേരാതെ പ്രതിബന്ധമാവുന്ന നിലക്കുള്ള വസ്തുക്കൾ ഇടയിലുണ്ടാകരുത്. അതുപോലെ ഓറത്തിൻ ചുണ്ണാമ്പ്, ഒരാളുടെ കയ്യിൽ കുറെ ചുണ്ണാമ്പിട്ട് വെള്ളം അതിന്റെ മുകളിലൂടെ ഒഴുകിപ്പോയി. അവയവത്തിൽ വെള്ളം ഒഴുകിയല്ലോ, പക്ഷേ ഈ വെള്ളം ഒഴുകിയ വെള്ളത്തിന്റെയും കഴുകപ്പെടുന്ന കൈയിന്റെയും ഇടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നു ഈ ചുണ്ണാമ്പ്. അപ്പൊ അതുകൊണ്ട് ചുണ്ണാമ്പ് കളഞ്ഞിട്ട് അവിടെ വെള്ളം എത്തണം, എന്നാലേ ഉദു ചെയ്യാവൂ. പക്ഷെ അതുപോലെ മെഴുക്, കഴുകപ്പെടുന്നതോ അല്ലാത്തതോ ആയ ഒരു അവയവത്തിൽ, അതായത് തടയപ്പെടുന്നതോ ആയ ഒരു അവയവത്തിന് ആകെ മെഴുകാണ്. ഈ മെഴുകിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിച്ചു പോവും. അപ്പം വെള്ളം നടക്കുക എന്ന് പറഞ്ഞേ പെട്ട്. പക്ഷേ ഈ വെള്ളം കയ്യിൽ ചേരുന്നതിന് അല്ലെങ്കിൽ കാലിൽ ചേരുന്നതിന് ഈ മെഴുക് തടസ്സ. അങ്ങനെ വെള്ളം അവയവത്തിലേക്ക് ചേരുന്നതിന് പ്രതിബന്ധവും തടസ്സവുമാവുന്ന നിരക്ക് വസ്തുണ്ടാകും. അതുപോലെ ദുഹുനിൻ ജാമിദിൻ, ഉറച്ച എണ്ണ. ഉറച്ച എണ്ണ എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങനെയാ? കൈകൊണ്ട് മറ്റുകൊണ്ട് വടിച്ചാല് വേറിന് കട്ടിയായിട്ട് കിട്ടുന്ന തരത്തിലുള്ളതാണെങ്കിൽ കട്ടിയായ ജാമിദായ എണ്ണ എന്ന് പറയും. അങ്ങനെ കട്ടിയായ നിലക്ക് കൈയോട് വടിച്ചാൽ വേറിച്ച് കിട്ടാൻ മാത്രം കട്ടിയായ എണ്ണ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ വെള്ളം പോയാൽ പോരാ, വെള്ളം ചേരുന്നതിന് ആ എണ്ണ തടസ്സമാവും. അതുപോലെ തന്നെ വൈനഹിബരിൻ, മഷിയുടെ തടി എന്ന് പറഞ്ഞപ്പോ നമ്മള് ഈ ഓർപ്പേന അതിന്റെ ട്യൂബ് പൊട്ടിയാല് ഒരു കട്ടിലൊരു സിസ് മഷി ഉണ്ടാവും. അത് കയ്യിലോ ശരീരത്തിൽ കഴുകപ്പെടുന്ന അവയവങ്ങളിലോ പുരണ്ട്. അതിപ്പോ ശരിക്കും ഇത് വടിച്ചാൽ അതിന് വരെ വേറിഞ്ഞ് കിട്ടും. ആ നിലക്ക് കട്ടിയുണ്ട്. എന്നാൽ അതിന്റെ മുകളിൽ കൂടെ കഴിയാൻ പോരാ, അത് വടിച്ച് കളഞ്ഞതിന് ശേഷം കഴുകണം. വഹിന്നായിൽ, മൈലാഞ്ചിയുടെ തടി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി നല്ലോണം അരച്ചിട്ട് കൈമൽ പുരട്ടിയിട്ടുണ്ട്, അതിന്റെ മുകളിൽ കൂടെ വെള്ളം പോയാൽ പോരാ, അത് വടിച്ച് കളഞ്ഞ് തടിയൊക്കെ നീക്കി ഇനി നിറം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അതിന് വേറെ പറയും. ഇപ്പൊ നമ്മള് തടിയുള്ള ഇടക്ക് തടസ്സമാവുന്ന വസ്തുക്കളിൽ ചുണ്ണാമ്പ്, മെഴുക് ഒക്കെ പറഞ്ഞോടത്ത് വളരെ വ്യക്തം. എന്നാൽ ഈ എണ്ണ, മഷി, മൈലാഞ്ചി എന്നിവയ്ക്ക് രണ്ടവസ്ഥ ഉണ്ട്. കണ്ടോ? ദുഹ്നി ജാമിദയാണ്. ഉറച്ചെണ്ണ എന്ന് പറയാൻ കാരണം അത് വടിച്ചാൽ തടിയായിട്ട് വേറെ കിട്ടാൻ മാത്രമുള്ളത് എന്നർത്ഥം. അത് തടസ്സാണ്. എന്നാൽ ബിഖിലാഫി ദുഹ്നിൻ ജാരിൻ, ഉറച്ചതല്ലാത്ത ജാരിയായ, അതായി മായൻ, ഉറച്ചതല്ലാത്ത നീരായ നിരക്കുള്ള എണ്ണ. ഉദാഹരണം, ഒരാള് തലയിൽ എണ്ണിട്ട് ആ എണ്ണ മുടിയിൽ നല്ലോണം പുരട്ടി. ഇപ്പൊ മുടിയിൽ എണ്ണ മയം കാണാനുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ എണ്ണ തേച്ചിന്, അങ്ങനെ കയ്യിലും കാലിലുമൊക്കെ എണ്ണ മയമുണ്ട്, പക്ഷേ കട്ടിയായ എണ്ണ ഇല്ല. അവിടെ എണ്ണമയമുണ്ട്, കയ്യിലും കാലിലും മുഖത്തും ഒക്കെ എണ്ണമയമാണ്, എണ്ണ തേച്ചിട്ടുണ്ട്. എന്നാൽ അത് കട്ടിയായതല്ലെങ്കിൽ അതോട് കുഴപ്പമില്ല. പക്ഷേ കട്ടിയായിട്ടില്ലെങ്കിൽ പോലും എണ്ണ തേച്ച കയ്യിലൂടെ കാലിലൂടെ മുഖത്തിലൂടെ ഒക്കെ വെള്ളം പാർന്നാൽ വെള്ളം അങ്ങനെ ഒലിച്ചത് പോവും, അവിടെ പിടിച്ചിക്കൂല, അത് കുഴപ്പമില്ല. ഈ ഉറച്ചതല്ലാത്ത നീരായ എണ്ണന്റെ മുകളിൽ
വെള്ളം ഉറച്ചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം കൈമലോ മുഖത്തൊക്കെ എണ്ണ വരട്ടിയിട്ട് അതിന് കൂടെ വെള്ളം പറഞ്ഞാൽ വെള്ളം കൊണ്ട് ഓടിപ്പോരും, അത് പറ്റി പിടിച്ച് നിൽക്കൂല. എന്നാലും ഒന്നും സഹിയാവും. കട്ടിയായ മടിച്ചാൽ കിട്ടുന്നവർക്ക് കട്ടിയായ എണ്ണ ഞാൻ മതി. നീരായവർക്കുള്ള എണ്ണ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം പിടിച്ചു നിൽക്കുന്നില്ലെങ്കിലും ആ എണ്ണന്റെ മുകളിലൂടെ അവയവത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ അയനഹിബ് മഷിന്റെ തടി ഉണ്ടാകാൻ പാടില്ലാതെ നേരത്തെ പറഞ്ഞേക്ക് ഓപ്പനന്റെ ട്യൂബ് ഒക്കെ പൊട്ടിയിട്ട് വരുന്ന ആ കട്ടിയുള്ള മഷി അതുണ്ടാകാൻ പറ്റൂലാത്. എന്നാൽ അസരിഹിബിൻ മഷിയുടെ അസർ അടയാളം മാത്രം, അതിന്റെ നിറം മാത്രം, അതിന് കുഴപ്പമില്ല. എങ്ങനെ വടിച്ചൊക്കെ കളഞ്ഞു, നല്ല വരച്ച് കളഞ്ഞു. എന്നാലും ചുവന്ന മഷിയാണെങ്കിൽ ചെറിയ ചുവപ്പ്, പച്ച മഷിയാണെങ്കിൽ കുറഞ്ഞൊരു പച്ച, അതല്ലെങ്കിൽ നീല മഷിയാണെങ്കിൽ നീല നിറം ബാക്കിയുണ്ടാവും. ആ നിറം മാത്രം ബാക്കിയുണ്ടാവുന്നതുകൊണ്ട് കേടില്ല, ഉള്ളിലൂടെ കഴിയാൻ മതി. അതുപോലെ തന്നെ ഹിന്നായി മൈലാഞ്ചി, മൈലാഞ്ചിന്റെ തടിയില്ല. മൈലാഞ്ചി തേച്ച് അല്ല മൈലാഞ്ചി ഇട്ട് അത് കഴുകി വൃത്തിയാക്കി. ഇപ്പൊ നിറം കാണാണ്ട്, ആ നിറം കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ മഷിയുടെ നിറം മാത്രം ഉണ്ടായി, അതല്ലെങ്കിൽ മൈലാഞ്ചിയുടെ നിറം മാത്രം ഉണ്ടായി, എണ്ണയുടെ പശ്രമ മാത്രം ഉണ്ടായി, അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് എണ്ണയുടെ തടി കട്ടിയായവർക്കോ മഷിയുടെ തടിയോ മൈലാഞ്ചിയുടെ തടിയോ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കഴുകിയാൽ പോരാ, അത് നീക്കിയതിനു ശേഷം തന്നെ കഴുകണം. എന്നാൽ വെള്ളം ചേരുന്ന വസ്തു, തടയുന്ന വസ്തു അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഷർത്താണ് അലാമ ജസമ ബിഹി കസീറൂന. ഷാഫി മദ്ഹബിലെ അസ്ഹാബിൽപ്പെട്ട ധാരാളം ആളുകൾ ഖണ്ഡിതമായി പറഞ്ഞ വചനനുസരിച്ച് എന്താണ് ഷർത്ത്? അല്ലായക്കൂന ഇല്ലാതിരിക്കണം, വസഹുൻ തഹ്ത ഗുഫ്രിൻ നഖത്തിന് താഴെ അഴുക്കില്ലാതിരിക്കണം, തീരെ ഇല്ലാതിരിക്കണം എന്നല്ല. എങ്ങനെയുള്ള അഴുക്ക്? വെള്ളം ചേരുന്നതിനെ തടയുന്ന നിരക്കുള്ള, എങ്ങോട്ട് വെള്ളം ചേരാനിമാഹു, ഈ നഖത്തിന്റെ അടിഭാഗത്തേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന നിലക്ക് നഖത്തിന്റെ താഴെ അഴുക്കുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞെങ്കിലേ സഹിയാവുള്ളൂ. അപ്പം താഴെയുള്ള സ്ഥലത്ത് വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന നിലക്ക് നഖത്തിന് താഴെ അഴുക്കില്ലാതിരിക്കൽ ഷർത്താണ്. നേരത്തെ പറഞ്ഞ മറയുടെ പരിധിപ്പെട്ടതാണ്. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഹായില് മറയിടുന്ന വസ്തു ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഏത് കൂടി പെടുന്നു? ഒരാളുടെ നഖം കുറച്ച് വലുതാണ്, ആ നഖത്തിന്റെ ഉള്ളിൽ മണ്ണോ ചളിയോ അഴുക്കോ ഒക്കെ കട്ടിപിടിച്ച് കിടക്കണം. കൈ ഇങ്ങനെ കഴുകിയാൽ ഈ നഖത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന നിലക്ക് ഈ ചളിയോ പൊടിയോ അഴുക്കോ ഉണ്ട്. എന്നാൽ സഹിയാവൂല. എന്നാൽ നേരത്തെ വിയർപ്പിനെ പറ്റി പറഞ്ഞു അല്ലേ? നേരത്തെ വിയർപ്പിനെ പറ്റിയല്ല പറഞ്ഞു. നേരത്തെ എന്തു പറഞ്ഞു? മൈലാഞ്ചിന്റെ നിറം, അതുപോലെ തന്നെ മഷിയുടെ നിറം, അതുപോലെ തന്നെ നീരായ എണ്ണ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നതുപോലെ അവയവങ്ങളിൽ പകർച്ച വരാത്ത നിലക്ക്, വെള്ളം എന്ന് പേര് പറയുന്നതിന് തടസ്സമാകാത്ത നിലക്ക് മൊയ്യുണ്ടാവുന്നതുകൊണ്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ നഖത്തിനടിയിലുള്ള ഈ അഴുക്ക് തന്നെ ചിലപ്പോൾ പറ്റുന്നുണ്ടെന്ന് പറയും. ഖിലാഫുൽ ജംബി, ഇവിടെയും അതായത് നഖത്തിന്റെ അടിയിൽ ചളിയോ മണ്ണോ പൊടിയോ ഒക്കെ ഒന്ന് നിറഞ്ഞ് കട്ടിയായിട്ട് അതിന്റെ അടിയിലേക്ക് വെള്ളം ചേരാത്ത നിരക്കാണെങ്കിൽ സഹിയാവൂല, അത് നീക്കിക്കളയണം എന്ന് പറഞ്ഞോടത്ത് നഖത്തിന്റെ അടിയിൽ പിടിക്കുക അതൊക്കെ അഫുവാണ് എന്നൊരു ഭാഗം എല്ലാ മക്കൾ പറയുന്നു. അത് ചെറിയ ആളുകളൊന്നുമല്ല. മിന്നും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് അൽ ഗസാലിയു, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും വസർകശിയു, മഹാനായ ഇമാം സർകശി റഹ്മത്തുള്ളാഹി തങ്ങളും ഒക്കെ അവരല്ലാത്ത വേറെ കുറെ ആളുകളുണ്ട്. ഇമാം ഗസാലി തങ്ങളും ഇമാം സർകശി തങ്ങളും പറ്റും ഉൾക്കൊള്ളുന്ന ഒരു സംഘം പറയുന്നത് നഖത്തിന്റെ അടിയിൽ
പൊടിയോ ചളിയോ അഴുക്കോ എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് നീക്കിക്കൊള്ളാം എന്ന് ഒരു ഷർത്തില്ല എന്ന്. ഈ അഭിപ്രായത്തെ, അഥവാ ഇങ്ങനെ നിലത്തിനടിയിലുള്ള അഴുക്ക് നിങ്ങൾ അഴുക്ക് അത് തടസ്സമാവുന്ന അഴുക്കില്ലാതിരിക്കൽ ഷർത്ത് ഇല്ല എന്ന ഈ പക്ഷത്തിനേറെ പ്രബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ദീർഘമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ അവർ വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ നഖത്തിന്റെ ഇടയിലുള്ള അഴുക്കുകൾ, മണ്ണും പൊടിയൊക്കെ കൂടിയിട്ടുണ്ടാകുന്ന അഴുക്കുകൾ, അത് വിടുതി ചെയ്യപ്പെടും എന്ന് ഈ ഭാഗം പരമായി വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മുഅ്തമദാണെന്ന് ആരും മനസ്സിലാക്കണ്ട. മുഅ്തമദായ ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായത്തിന് എതിരെയുള്ള രണ്ടാമത്തെ അഭിപ്രായമാണ് ഈ പറയുന്നത്. പക്ഷെ ആ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം പ്രഗത്ഭനായ ഇമാം ഗസാലി തങ്ങളും ഇമാം സർകശി തങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണത് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ആളുകൾ വലിയവരാണ്. മാത്രമല്ല അവർ വ്യക്തമായി തന്നെ അത് അഫ്വാണ്. ചളിയും പൊടിയൊക്കെ സാധാരണ നിലത്തിലടിയിലുണ്ടാകുക സർവ്വസാധാരണമാണ്. അതുകൊണ്ട് അത് നീക്കിക്കളഞ്ഞെങ്കിലേ ഉദൂസയ്യാവൂ എന്നില്ല, അത് വിടുതി ചെയ്യപ്പെടുന്നതാണ് എന്നവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഈ ചളിയും പൊടികൾക്കൊക്കെയാണ് ഈ പൊറുക്കപ്പെടുന്നവര്. എന്നാൽ ദൂനനഹ്മിൽ അജീൻ, മാവ് നിറ പത്തിരിപ്പൊടിയോ ചപ്പാത്തിപ്പൊടിയോ അതുപോലെ തന്നെ മൈദപ്പൊടിയോ ഒക്കെ കുഴച്ചിട്ട് ഈ പത്തിരിപ്പൊടിയോ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ചപ്പാത്തിപ്പൊടിയോ ഒക്കെ പോലത്തെ നിലത്തിന്റെ ഉള്ളിൽ പറ്റിയിട്ട് വെള്ളം ചേരുന്നതിന് തടസ്സമെങ്കിൽ അഫൂല്ല. അതാരും പറയുന്നില്ല, അതെന്തായാലും അഫൂല്ല. ഈ അഫൂണ്ട് എന്ന് പറഞ്ഞത് ചളിയും പൊടിയും പോലത്തെ, അപ്പൊ സർവ്വസാധാരണമാണല്ലോ, ചളിയും പൊടിയും പോലത്തെ നിലത്തിലടിയിട്ടുണ്ടാകാനാണ്, അത് വിടുതിയുണ്ട് എന്നും. അതേസമയത്ത് പത്തിരിപ്പൊടി പോലത്തത് നിലത്തിലടിയിൽ പറ്റി പിടിച്ചിട്ട് വെള്ളം ചേരുന്നതിന് തടസ്സമാകുകയാണെങ്കിൽ അവിടെ വെള്ളം ചേരാതിരുന്ന ഉദൂസയ്യാവൂല എന്ന് അവരും പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം അസ്റായി റഹ്മത്തുള്ളാഹി തങ്ങളും മറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സംഘമാണ് അത് അഫ്വാൻ എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ കൗല് ബലഹീനമാണ്, ശാഫി മദ്ഹബിൽ അത് പ്രബലമായതല്ല എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല തത്തിമ്മത്ത് എന്ന് പറയുന്ന പ്രശസ്തമായ ശാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിലും മറ്റും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ റൗദയിലും മറ്റും പറഞ്ഞ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞത്. എന്താണ് ആ റൗദയിലും മറ്റും പറയുകയും തത്തിമ്മത്തിലും മറ്റും വ്യക്തമാക്കുകയും ചെയ്തത്? മിൻ അദ്മിൽ മുസാമഹത്തി, വിടുതിയില്ല. അപ്പൊ നേരത്തെ മുസാമഹത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇമാം ഗസാലി തങ്ങളും ഇമാം സർകശി തങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സംഘം ആളുകൾ നഖത്തിന്റെ അടിയിലുള്ള അഴുക്ക് പത്തിരിപ്പൊടി കൊടുത്തല്ല, വേദന അഫ്വില്ലാന്നുള്ള എല്ലാവരും പറയുന്ന, അതേസമയത്ത് അഴുക്കും ചളിയും പൊടിയും പോലത്തെ അഫുണ്ട് എന്ന് പറഞ്ഞത് ബലഹീനമാണ് എന്ന് ഇമാം അസ്റായി സൂചിപ്പിച്ചപ്പോൾ തത്തിമ്മത്തിലും മറ്റും അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അതിന്റെ മുസാമഹത്ത് വിഷയം മിമ്മാ തഹ്തഹാ, നഖത്തിന്റെ അടിയിലുള്ളത് എന്ത് തന്നെയാണെങ്കിലും, അത് അഴുക്കാവട്ടെ, പൊടിയാവട്ടെ, മണ്ണാവട്ടെ, പത്തിരിപ്പൊടി പോലത്തതാവട്ടെ, എന്തായാലും അഫ്വില്ല. എപ്പോഴാണ്? ഈ അഴുക്കും പൊടിയും പോലത്തെ സാധനം പറ്റിപ്പിടിച്ചു നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്നുണ്ടോ, എന്നാൽ അതൊരിക്കലും വിടുതി ചെയ്യപ്പെടുന്നതല്ല, അത് നീക്കി കളഞ്ഞിട്ട് വെള്ളം ചേരുന്നതിനെ പറ്റുള്ളൂ എന്ന്. അപ്പൊ അതാണ് പറ്റുന്നത്. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി ഫത്വ ചെയ്തിട്ടുണ്ട്. എന്തിനെ പറ്റി? ഫീ വസഖിൻ, ഒരു അഴുക്കിനെ സംബന്ധിച്ച്. എങ്ങനത്തെ അഴുക്കാണ്? ഹസല, അത് ഉണ്ടായിത്തീർന്നത് മിൻ ഉബാരിൻ, പൊടിയോണ്ട, കാറ്റിലും മറ്റുമൊക്കെ വന്നു ചേർന്ന പൊടി മണ്ണും വന്നിട്ട് അഴുക്ക് പിടിച്ചു. എങ്ങനെ? അതിനെപ്പറ്റി ഇമാം ബഗവി തങ്ങൾ ഫത്വയിലെ ബയാനിലോ ഈ അഴുക്ക് വുദൂ സഹിയാവുന്നതിന് തടസ്സമാണ്. പുറമെന്ന് മണ്ണും പൊടിയൊക്കെ വന്നിട്ട് പറ്റിപ്പിടിച്ചിട്ട് വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്നതിനുള്ള അഴുക്കുണ്ടെങ്കിൽ
വുളു ശരിയാവുകയില്ല എന്ന്. അതെന്താണ് പ്രത്യേകം പറയുന്നത്? ആദ്യം പറഞ്ഞ നിറത്തിന്റെ അടിയിലുള്ള മസലയാണ്. ഇതുവരെ പറഞ്ഞു വന്നത് ഇമാമും മറ്റും അഫ്വ ഉണ്ട് എന്ന് പറഞ്ഞതും ബഹുഭൂരിപക്ഷം വരുന്ന ഇമാമിയങ്ങൾ അഫ്വ ഇല്ല എന്ന് പറഞ്ഞതും ഒക്കെ എന്തിനെ പറ്റിയായിരുന്നു? നഖത്തിന്റെ അടിയിലുള്ള അഴുക്കിനെ പറ്റിയാണ്. എന്നാൽ ഇമാം ബാവി റഹ്മഹുള്ള വഖഫ് കൊടുത്തതോ നഖത്തിന്റെ അടിയിൽ നിന്നോ അല്ലാത്തതെന്നോ വ്യത്യാസമില്ല. ശരീരത്തിന്റെ വുദൂഇൽ കല്ല് ഫർളായ സ്ഥലത്ത് എവിടെയാണെങ്കിലും അത് വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന അഴുക്കാണെങ്കിൽ അഫ്വില്ല എന്ന്. വുദൂ ചെയ്യാവുന്ന അഫ്വില്ല. അപ്പൊ എന്താവും? ആ പ്രതിബന്ധമാവുന്ന അഴുക്ക് അത് മണ്ണും പൊടിയും പോലത്തതാണെങ്കിലും അത് നീക്കിക്കളഞ്ഞ് വെള്ളം ചേർന്നെങ്കിൽ തന്നെ വുദൂ ചെയ്യാവുള്ളൂ. എന്നാൽ ബിഖിലാഫിമാ ഒരഴുക്കിന് എതിരായിട്ട് അത് ഉത്ഭവിച്ചത് മിമ്മദനിഹി സ്വന്തം ശരീരത്തിൽ തന്നെ പുറമേ നിന്നുള്ള പത്തിരിപ്പൊടി പോലത്തതുമല്ല, മണ്ണും പൊടിഞ്ചെളിയും പോലത്തതും അല്ല, സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ്. ആയതാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. വിയർപ്പ് കട്ടിയായിട്ട് ഉറച്ചത്. വിയർപ്പ് അങ്ങനെ ഉറച്ച് കട്ടിയാവുക വെള്ളം ചെയ്യുന്നതിന് തടസ്സമാവുന്ന നിലക്ക് നോക്കിയാൽ അത് ശ്രദ്ധിച്ചൊരിക്കേ അറിയുള്ളൂ. ഉദാഹരണം, കക്ഷത്തിലെ അല്ലെങ്കിൽ ഗുഹ്യഭാഗത്തിലെ രോമം നീക്കാതെ ദീർഘകാലം നീട്ടിയിട്ടു, എന്നാൽ അതിൽ വിയർപ്പ് പിടിച്ചിട്ട് ഈ രോമങ്ങളിലൊക്കെ ശരിക്ക് കട്ടിയായ നിലക്കല്ലേ വിയർപ്പ് പിടിച്ചിട്ട് കട്ട് പിടിച്ചു കിടക്കും. അതിനെ നമുക്ക് എന്ത് മനസ്സിലായി? വിയർപ്പ് നീക്കാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അവിടെ കട്ടിയാവുന്നു. അങ്ങനെ ഒന്നിന്റെ അവയവങ്ങളിൽ വിയർപ്പ് അതിൽ പുറമിൽ നിന്നുള്ള പത്തിരിപ്പൊടി മാവ് പോലത്തതൊന്നും ചേർന്നിട്ടില്ല, മണ്ണ് ചളി പോലത്തത് പുറത്തുനിന്ന് വന്ന് കട്ടിയോടുന്നും അല്ല, മറിച്ച് വെറും വിയർപ്പ് ഇങ്ങനെ വിയർത്ത് 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 അതിങ്ങനെ കട്ടിയായിട്ടാണെങ്കിൽ അത് അഫ്വുണ്ട്. കേട്ടോ? വിയർപ്പ് പോലത്തെ ശരീരത്തിൽ നിന്ന് സ്വയം ഉണ്ടാവുന്നതാണെങ്കിൽ അത് കട്ടിപിടിച്ചാലും വുളൂ സഹിയാവുന്നതിന് തടസ്സമല്ല, അത് അഫ്വുണ്ട്. അല്ലാത്തതാണെങ്കിൽ വുളൂവിന്റെ അവയവത്തിൽ നിലത്തിലടിയിലാണെങ്കിലും അല്ലെങ്കിലും അഫ്വില്ല എന്നതാണ് പ്രബലമായത്. എന്നതാണ് തീർക്കുക. ഇനി വുളൂവിന്റെ ഫർളാണ് പിന്നെ പറയാനുള്ളത്. ഒരു ഷർത്ത് കൂടി കഴിഞ്ഞാൽ ഷർത്ത് കഴിഞ്ഞു. അവിടെ നിന്ന് ഷർത്ത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം. അഞ്ചാമത്തെ ഷർത്ത് ദുഖൂലുൽ വഖ്തിൻ, സമയം പ്രവേശിക്കലാണ്. ആർക്ക്? ലിദാഇമി ഹദസിൻ, നിത്യശുദ്ധി എന്ന രോഗമുള്ളവർക്ക്. നിത്യശുദ്ധി ഒക്കെ രോഗമാണ്. ഉദാഹരണം പറഞ്ഞാൽ ചെറിയ ശുദ്ധിക്ക് നിത്യശുദ്ധിയുള്ളവരുണ്ട്, വലിയ ശുദ്ധി നിത്യശുദ്ധിയുള്ളവരുണ്ട്. രണ്ടാണെങ്കിലും ചെറിയ ശുദ്ധിയായാലും നിത്യശുദ്ധി വരുന്നത് രോഗമാണ്, വലിയ ശുദ്ധിയാണെങ്കിലും നിത്യശുദ്ധി വരുന്നത് രോഗമാണ്. രോഗം വന്നാൽ അതിന് നിയമപരമായി ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കണം. എന്നാലും ഇത് മാറുന്നതുവരെ പ്രയാസമാണല്ലോ. അതുവരെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? അതാ പറയുന്നത്. ദുഖൂലുൽ സമയം പ്രവേശിച്ചിരിക്കണം. നിത്യശുദ്ധിക്കാരന്. അപ്പൊ ദായിമ ഹദസുള്ള ആള്, നിത്യശുദ്ധിയുള്ള ആളുകൾക്ക് വുളൂ ചെയ്യണമെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വുളൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ സംഗതിയുടെ വഖത്ത് കടന്നതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണ്? ദുറൂറത്തിന്റെ തഹാറത്ത് എന്നാ പറയാം. അങ്ങനെ കൂടാതെ ചെയ്യാത്ത അനിവാര്യ ഘട്ടത്തിൽ അനുവദിക്കപ്പെടുന്ന ശുദ്ധീകരണമാണത്. അപ്പൊ അത് മുൻകൂട്ടി ചെയ്തേക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മോന് ഉദാഹരണം പറഞ്ഞ കസലീസിൻ, മൂത്രവാർച്ച പോലെ. മൂത്രവാർച്ച പോലെ തന്നെ മൂത്രവാർച്ച മാത്രം നോക്കണ്ട. മൂത്രവാർച്ച പോലെ തന്നെയാണ് ചിലർക്ക് മതിയ വാർച്ച ഉണ്ടാവും, ചിലർക്ക് മതിയ വാർച്ച ഉണ്ടാവും, ചിലർക്ക് കീഴ്വായി പോലെ ഉണ്ടാവും. ഇതൊക്കെ അനിയന്ത്രിതമായിട്ട് വരുന്നവരുണ്ട്. അതൊക്കെ ഈ സെലിസിന്റെ അതേ രീതി തന്നെയാണ്. ഇപ്പോ ഈ ഗ്യാസിന്റെ രോഗം അമിതമായി വല്ലാതെ ഒരവസ്ഥയിൽ എത്തിയ ധാരാളം ആളുകളുണ്ട്. ചിലർക്ക് ചോദിക്കാൻ മടിച്ചിട്ട് മുണ്ടാറക്കും, ചിലര് ചോദിക്കുകയും ചെയ്യും. ഫിഖ്ഹ് പറയുമ്പോൾ പറയണമല്ലോ. ഉദാഹരണം, ചില ആളുകൾക്ക് എപ്പോഴാണെങ്കിലും ഇരിക്കുന്നോട്ട് എഴുന്നേറ്റാലും നിൽക്കുന്നോർത്തുനിന്ന് കുമ്പിട്ടാലും കുമ്പിട്ടോർത്തുനിന്ന് ഉയർന്നാലും
നൃത്തത്തിന് സുജൂദിലേക്ക് കുമ്പിട്ടാലോ അവിടുന്ന് ഉയരുമ്പോഴൊക്കെ ശരീരം വളരുന്നതിനനുസരിച്ച് കീവായോ അങ്ങനെ നിയന്ത്രണം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കും. അത് നിയന്ത്രിക്കാൻ അവനൊന്നും നിർത്തിയില്ല. അതൊരു രോഗമാണ്. അതപ്പോ മൂത്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊരു രോഗമാണ്. എന്നതുപോലെ കീവായു നിയന്ത്രിക്കാൻ പറ്റാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മറ്റൊരു രോഗമാണ്. ചില ആളുകൾക്ക് മതി ഇങ്ങനെ കുറേശ്ശെ പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതെങ്ങനെ വരാതില്ല. അതുപോലെ തന്നെ മുസ്തഹാവത്തിന് മാസത്തിൽ കൃത്യമായി നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ഹൈൽ അതിന് തകരാറ് പറ്റുമ്പോഴാണല്ലോ ഇസ്തിഹാവത്തുള്ളത്. അല്ലെങ്കിൽ പ്രസവാനന്തരം ഉണ്ടാവുന്ന നിഫാസിന് തകരാറ് പറ്റുമ്പോഴാണ് ഇസ്തിഹാവത്തായിട്ട് വരുന്നത്. അതൊരു രോഗം തന്നെയാണ്. ബ്ലീഡിങ്ങിന്റെ രോഗം അത് നിത്യശുദ്ധിയാണ്. ഇങ്ങനെ രക്തം പോവുക, അല്ലെങ്കിൽ മൂത്രം പുറപ്പെടുക, അല്ലെങ്കിൽ കീവഴി പുറപ്പെടുക പോലെയുള്ള നിത്യമായി വരുന്ന രോഗങ്ങൾ വന്ന ആളുകൾക്ക് വഖ്ത് കടന്നതിന് ശേഷമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ വുളൂ ചെയ്ത് വെക്കാൻ പറ്റൂല. സമയം കടക്കുമ്പോൾ ഈ നിത്യശുദ്ധിക്കാർക്ക് ശസ്ത്രാക്രമണം മുഴുവൻ ഇതിന്റെ പുറമെ, അതായത് വഖ്ത് കടക്കണം, അത് ശർത്താണ്. അതിന്റെ പുറമെ ഒരു ശർത്തുകൂടി എന്താണ്? വഖ്ത് പ്രവേശിച്ചു എന്ന മിക്കവാറും ധാരണയും ഉണ്ടായിരിക്കണം. എന്നാൽ വഖ്ത് കടക്കുകയും കടന്നെന്നറിയുകയും വേണം. അതാ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, സമയം ആവുകയും ആയെന്നറിയുകയും വേണം എന്നാണ് പറഞ്ഞത്. സമയമായി, യാദർശികമായി സമയം ആയിരുന്നു, പക്ഷെ ഇവനായി എന്നുള്ള ധാരണയില്ലാതെ സുമാറ് വെച്ചു നോർത്തു. സംഗതി എത്തു എന്നുള്ള സമയത്താണ്. അതുകൊണ്ട് പോരാൻ. അപ്പൊ സംഗതി സമയത്തിലാവുകയും വേണം, സമയം പ്രവേശിച്ചു എന്ന അറിവുണ്ടാവണം. എങ്കിലേ നിത്യശുദ്ധിക്കാരന്റെ ത്വഹാറത്ത് സഹിയാവുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ നിത്യശുദ്ധീകരണം അല്ലാത്തല്ലോ. അപ്പോൾ ഈ നിത്യശുദ്ധിക്കാരൻ വുളൂ ചെയ്യാൻ പാടില്ല. അതിന്റെ ഇടക്ക് കൂട്ടത്തിൽ പറയുന്നു അഞ്ചി വരാൻ പോകുന്ന മസല. അത് ഇവിടെ സാന്ദർഭികമായി യോജിച്ചു വരുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട മഹ്മൂദ് കൂട്ടത്തിലുള്ള പറഞ്ഞ തയമം ചെയ്ത് നിസ്കരിക്കുന്ന ആളും തന്നെ തയമം ചെയ്യാനും പാടില്ല. അപ്പൊ തയമം ചെയ്ത് നിസ്കരിക്കുന്ന ആൾ തയമം ചെയ്യാൻ പാടില്ല എന്ന് നിത്യശുദ്ധി ആയതുകൊണ്ടല്ല, അത് വെറുവത്തിന്റെ ത്വഹാറത്തായതുകൊണ്ടാണ്. കേട്ടോ, രണ്ടോടത്തിലുള്ള ബന്ധതാണ്. നിത്യശുദ്ധിയുള്ളവർ വഖ്ത് കടന്നതിന് ശേഷം തന്നെ ചെയ്യുന്ന ശുദ്ധീകരണം യഥാർത്ഥ ശുദ്ധീകരണമല്ല, വെറുവത്തിന്റെ ത്വഹാറത്താണ്. എന്നതുപോലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ വേണ്ട വെള്ളം ഇല്ലാത്തത് കൊണ്ടോ തയമം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വെറുവത്തിന്റെ ത്വഹാറത്ത് എന്നാണ് അതിനെ പറയുന്നത്. വഹൂത്തിന്റെ ത്വഹാറത്ത് എന്ന നിലക്ക് വെറുവത്തിന്റെ ത്വഹാറത്ത് എന്ന ബന്ധം രണ്ടിലുണ്ട് എന്നതുകൊണ്ട് ഈ നിയമത്തിൽ രണ്ടും തുല്യമാണ്. അപ്പൊ തയമം ചെയ്യുകയാണെങ്കിലും നിത്യശുദ്ധിക്കാരൻ വുളൂ ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ പാടില്ല. ഫർദ് വേണ്ടിയിട്ടുള്ള വുളൂ ഔ നഫ്ലിൻ മുവഖ്ഖത്തിൻ, അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരു വഖ്തുള്ള സുന്നത്ത്. ഇങ്ങനെ വഖ്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് ഫർദ് വേണ്ടി നിത്യശുദ്ധിക്കാര് വുളൂ ചെയ്യാൻ പാടില്ല. തയമം ചെയ്ത് നിസ്കരിക്കുന്ന ആൾ തയമം ചെയ്യാൻ പാടില്ല. എപ്പം പാടില്ല? ഖബ്ല വഖ്തി ഫിഇലിഹി, ആ ഫർദ് നിസ്കാരം അതല്ലെങ്കിൽ ആ വഖ്തിൽ നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ചെയ്യേണ്ട സമയം കടക്കുന്നതിന് മുമ്പ് പാടില്ല. അപ്പൊ വഖ്ത് കടന്നതിന് ശേഷമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. എന്നതുപോലെ തയമം ചെയ്യുകയാണെങ്കിൽ തയമം ചെയ്യാൻ വഖ്ത് കടന്നതിന് ശേഷമേ പാടുള്ളൂ. അത് വഖ്ത് നിശ്ചയിക്കപ്പെട്ടതോ ഫർദോ ആയ നിസ്കാരമാണെങ്കിൽ. ഇരുപത് സ്വലാത്ത് ജനാസത്തിന് കാരണമായിപ്പെട്ടത് നിസ്കാരം നാലിയറിയാം. ഒന്ന് വഖ്തുള്ളത്, മറ്റൊന്ന് മുന്തിയ കാരണമുള്ളത്, ഇനിയൊന്ന് പിന്തിയ കാരണമുള്ളത്, നാലാമത്തത് പ്രത്യേക സമയമില്ല, പ്രത്യേക കാരണമില്ലാത്തത്. ഇനി സുന്നത്തുണ്ട്. അപ്പൊ ഇതിലൊരു സ്വലാത്ത് ജനാസത്തിന് പറഞ്ഞത് അതിന് വഖ്തല്ല, സബബാണ്. വേണമെങ്കിൽ ഇതിന് വഖ്ത് എന്ന് പറയാം, പക്ഷെ സബബാണ്. മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് വുളൂ ചെയ്യാൻ പാടില്ല നിത്യശുദ്ധിക്കാരൻ. അല്ലെങ്കിൽ തയമം ചെയ്യുന്ന ആളാണെങ്കിൽ തയമം ചെയ്യാൻ പാടില്ല. എപ്പോൾ? ഖബ്ല ഗുസ്ലി, മയ്യിത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ്. എന്നാൽ മയ്യിത്ത് കുളിപ്പിക്കുമ്പോൾ എന്താകാൻ പറ്റുള്ളൂ? മയ്യിത്ത് കുളിപ്പിച്ചതിന് ശേഷമേ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കഫൻ ചെയ്തതിന് ശേഷമാണ് സുന്നത്തേ ഉള്ളൂ. ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മയ്യിത്തിന് മേൽ നിസ്കരിക്കുന്നതിന് നിസ്കാരം ചെയ്യാമോ? പക്ഷെ സുന്നത്ത് കുളിപ്പിച്ചതിന് ശേഷം ഈ കഫൻ ചെയ്തിട്ട്
നിസ്കരിക്കലാണ് സുന്നത്ത്. ഇവിടെ സുന്നത്ത് പ്രശ്നമാക്കുന്നില്ല, കുളിപ്പിക്കൽ ഷർത്താണല്ലോ. അപ്പൊ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം മാത്രമേ നിത്യശുദ്ധിക്കാർ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉദു ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ തൈമം ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ തൈമം ചെയ്യാൻ പാടുള്ളൂ. പള്ളി കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഉദു ചെയ്യാൻ പറ്റൂല. ഖബ്ല ദുഖൂലിൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. കാരണം പള്ളിയിൽ പ്രവേശിച്ചു കഴിയുമ്പോഴാണ് തഹിയ്യത്ത് സുന്നത്ത് വരുന്നത്. അപ്പൊ ആ പ്രവേശിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടായി കഴിയുമ്പോഴേ നിസ്കാരം സുന്നത്ത് ആവുന്നുള്ളൂ. അപ്പോ പ്രവേശിച്ചതിന് ശേഷം ഉദു ചെയ്യണം. അപ്പൊ പള്ളിയിലേക്ക് ഉദു ചെയ്യേണ്ടി വരും. അതാണ് അതിന്റെ പ്രശ്നം. അതിനായിട്ട് അതേ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് കൊടുത്തു, എന്നിട്ട് പള്ളിയിൽ കയറി. പള്ളിയിൽ കയറുമ്പോ പിന്നെ പ്രത്യേകിച്ച് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. തയ്യത്ത് മാത്രമാകുമ്പോൾ പള്ളി കയറുമ്പോഴേ അതിന്റെ വക്ത് എടുക്കുള്ളൂ. അതിന് നേരത്തെ കൊടുത്തിട്ട് പള്ളി കയറിയാൻ പറ്റില്ല, പള്ളി കയറിയത് കൊടുക്കണം. അതിന് മാത്രമാകുമ്പോൾ ഫർസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തിന് വേണ്ടി വുളു ചെയ്യാൻ പറ്റൂല. തൈമം ചെയ്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ തൈമം ചെയ്യാനും പറ്റൂല. ഖബ്ലഫീൽ ഫർളി, ഫർസ്കരിക്കുന്നതിന് മുമ്പ്. അതിനായിട്ട് സ്വന്തം കൊടുക്കുകയാണെങ്കിൽ അതിന് പറയും, ഒരു ഫർള് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു തൈമം ചെയ്യുകയോ നിത്യശുദ്ധിക്കാർ വുളു ചെയ്യുകയോ ചെയ്താൽ ആ ഫർള് നിസ്കരിച്ചതിന് പുറമെ സുന്നത്ത് സ്ത്രീ നിസ്കരിക്കാൻ വേറെ കാരണങ്ങളെ കൊണ്ട് മുറിയുന്നത് വരെ തൈമത്തിന്റെ അവിടെ അങ്ങനെ തന്നെയാണ്. തൈമത്തിന്റെ അവിടെ ഒരു ഫർസ്കാരത്തിന് വേണ്ടി തൈമം ചെയ്തു. ആ തൈമം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൈമം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ സുന്നത്ത് നിസ്കരിക്കാം. ആ കൂട്ടത്തിൽപ്പെട്ട അല്ലാതെ ഇതിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതിന്റെ വക്ത് കിടക്കണം എന്നർത്ഥം. ഇനി വലസിമ നിർബന്ധമായി വരും. ഉദുവാനി രണ്ടു കൊടുക്കൽ നിർബന്ധമാവും. ഉദു ചെയ്യുകയാണെങ്കിൽ നിത്യശുദ്ധിന്റെ പേരിൽ ഉദു ചെയ്യുകയാണെങ്കിൽ ഔതൈമുമാനി തൈമം ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ രണ്ട് തൈമം ചെയ്യേണ്ടി വരും. ആർക്ക്? അലാ ഖതീബിൻ ദായിമിൽ ഹദസി, നിത്യശുദ്ധിക്കാരനായ ഖതീബ് രണ്ട് വുളു ചെയ്യണം. അല്ലെങ്കിൽ തൈമാണെങ്കിൽ രണ്ട് തൈമം ചെയ്യണം. ഏതാണ്? ഒന്നാമത്തേത് രണ്ട് ഖുതുബ ഓതാൻ വേണ്ടിയിട്ടായിരിക്കും ആ വുളു ചെയ്യുന്നത്. ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് എടുത്ത വുളു കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. എന്നതുപോലെ തൈമം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു, ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് തൈമം ചെയ്തു. എന്നാൽ ആ തൈമം കൊണ്ട് ജുമാ നിസ്കരിക്കാൻ പറ്റൂല. ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ തൈമം ചെയ്യണം. രണ്ടാമത്തെ വുളു അല്ലെങ്കിൽ രണ്ടാമത്തെ തൈമം ബഅദഹുമാ, ഈ രണ്ട് ഖുതുബക്ക് ശേഷം ചെയ്യണം. എന്തിനു വേണ്ടി? ജുമാ നിസ്കരിക്കാൻ വേണ്ടി. ഖതീബാവുമ്പോ നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അയാൾ വുളു ചെയ്യുമ്പോ ആദ്യം ഒരു വുളു ചെയ്തിട്ട് ഖുതുബ ഓതണം. ഖുതുബ ഓതി കഴിഞ്ഞതിന് ശേഷം നിയമപ്രകാരം വുളു ചെയ്തിട്ട് വേണം ജുമാ നിസ്കരിക്കാൻ. അപ്പൊ പിന്നെ അവിടെ ഇഷ്കാൽ വരാൻ സാധ്യതയില്ല. എന്താണ്? ഖുതുബയുടെയും ജുമായുടെയും ഇടയിൽ മുവാലാത്ത് ശർത്തുണ്ടല്ലോ. ആ മുവാലാത്തിന് തടസ്സമല്ല എന്ത്? രണ്ടാമതൊരു തൈമം ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നിത്യശുദ്ധിക്കാരനാണെങ്കിൽ വുളു ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങളും ചെയ്യുന്നത് മുഖ്തസറാണ്, പൊറുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് മുവാലാത്തില്ല. അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ പാടില്ല. എന്നാൽ വ്യക്തി വാഹിദിൻ ഒരു തൈമം മതി, അല്ലെങ്കിൽ നിത്യശുദ്ധിക്കാരനാണെങ്കിൽ ഒരു വുളു മതി. ലഘുവായി ഖുതുബക്കും നിസ്കാരത്തിനും കൂടി വേണ്ടി ആർക്ക്? ഖതീബല്ല. ജുമായിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ട്, അയാൾ നിത്യശുദ്ധിക്കാരനാണ്. അല്ലെങ്കിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരാളുണ്ട്, അയാൾ വെള്ളമില്ലാത്തതിന്റെ മേലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ മേലെ തൈമം ചെയ്യാണ്. എന്നാൽ ഖുതുബ കേൾക്കുന്നതിനും ജുമാ നിസ്കരിക്കുന്നതിനും കൂടി ഒരു തൈമം മതി. എന്നതുപോലെ ഖുതുബ കേൾക്കുന്നതിനും ജുമാ നിസ്കരിക്കുന്നതിനും വേണ്ടി ഒരു വുളു മതി. കേൾക്കുന്നവർക്ക് ജുമായിൽ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക്. ഖതീബിന് അതുപോലെ രണ്ടെണ്ണം വേറെ തന്നെ വേണം. നിത്യശുദ്ധിക്കാരന്റെ മേൽ ഓരോ ഫർദിനും പ്രത്യേകം വുളു ചെയ്യാം. ഉദാഹരണം, ഒരാള് ജമാഅത്ത് നിസ്കരിക്കാൻ പോയി, നിത്യശുദ്ധിയുള്ള ആൾ ളുഹറും അസ്റും കൂടി ജമാഅത്ത് നിസ്കരിക്കാനാണ്. അങ്ങനെ ളുഹറിന് വേണ്ടി വിളിച്ചാലൊക്കെ കഴുകി പഞ്ഞി പോലത്തത് വെച്ച് കെട്ടി വുളു ചെയ്തു.
ളുഹ്ർ നിസ്കരിച്ചു, സലാം വീട്ടി. ഇനി ഉടനെ തന്നെ അസർ നിസ്കരിക്കണമല്ലോ, അപ്പോഴേ ജന്മാവുള്ളൂ. എന്നാൽ അത് പറ്റില്ല. ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ വേഗം പോയിട്ട് ഗുഹസ്ഥാനം ഒന്നുകൂടി കഴുകി നേരത്തെ വെച്ചിരുന്ന പഞ്ഞി മാറ്റി പുതിയ പഞ്ഞി വെച്ച് കെട്ടി വുളു ചെയ്തിട്ട് വേണം അസർ നിസ്കരിക്കാൻ. അവിടെ ജമാഅത്ത് നിസ്കരിക്കാൻ ഒരേ വക്തിൽ വേണ്ടതാണ്, രണ്ട് വേണ്ട മുറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാലും ളുഹ്റിന് വേറെ വേണം, അസറിന് വേറെ വേണം. ഏതുപോലെയൊക്കെ തയ്യാറാണെങ്കിൽ അനുസരിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. ഒരാൾ യാത്രയിലാണ്, അല്ലെങ്കിൽ രോഗം കൊണ്ടിട്ടോ മറ്റോ ഓർമ്മിപ്പിക്കാൻ പറ്റാത്ത ആളാണ്, അങ്ങനെ തയമം ചെയ്ത് നിസ്കരിക്കുകയാണ്. ജമാഅത്ത് നിസ്കരിക്കുന്നതോടുകൂടി ആദ്യത്തെ നിസ്കാരത്തിന് വേണ്ടി തയമം ചെയ്യണം, അതിന് ശേഷം രണ്ടാം നിസ്കാരത്തിന് വേണ്ടി വേറെ തയമം ചെയ്തിട്ട് വേണം രണ്ടാം നിസ്കാരം. അപ്പൊ ഒരു തയമം കൊണ്ടിട്ട് ഒരു ഫർദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ ഫർദിന് വേറെ തയമമാണ്. എന്നതുപോലെ നിത്യശുദ്ധിക്കാരനാണെങ്കിൽ അയാൾ ഒരു ഫർദിന് വേണ്ടി ഒരു കൊടുത്താൽ രണ്ടാമത്തെ തയമത്തിന് വേണ്ടി വേറെ തയമം ചെയ്യണം. തയമം മാത്രം പോലെ അല്ലെങ്കിൽ ഉദു മാത്രം പോലെ നിത്യശുദ്ധിക്കാരാണെങ്കിൽ ദിവസാനം കഴിയണം. കഴിയേണ്ടവർക്ക് കീവായി പോകുന്നവർക്ക് കഴിയേണ്ട ആവശ്യമില്ല. അതേസമയത്ത് മൂത്രവാർച്ചയാണെങ്കിൽ കഴുകണം. അതുപോലെ തന്നെ മതിയോ അധിക വാർച്ചയാണെങ്കിൽ കഴുകണം. അതുപോലെ ഇസ്തിഹാമത്ത് ബ്ലീഡിംഗ് ആണെങ്കിൽ കഴുകണം. ഇങ്ങനെ നെൽസോർപ്പൊട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കഴുകണം. അതേസമയത്ത് കീവായി ആണെങ്കിലോ കഴിയേണ്ട ആവശ്യമില്ല. ഗുഹസ്ഥാനം കഴുകണം. അതുപോലെ തന്നെ ഈ ഗുഹസ്ഥാനത്തിന്റെ ദ്വാരത്തിങ്കിൽ വെച്ചിരുന്ന പഞ്ഞി പോലത്തെ പഞ്ഞി പോലത്തെ അത് മാറ്റണം. വളരെ സാധാരണ കെട്ടിയടങ്ങിലേക്ക് കെട്ടണം. അപ്പൊ നേരത്തെ കഴുകിയതും പഞ്ഞി വെച്ചതും കെട്ടിയതും എന്ന് ചെയ്ത് അല്ലെങ്കിൽ പാപം ചെയ്ത് നിസ്കരിച്ചതായിരുന്നു. രണ്ടാമത്തെ സംസ്കാരത്തിന് വേണ്ടി രണ്ടാമത് വുളു മാത്രം ചെയ്താൽ പോരാ, മറിച്ച് നേരത്തെ വെച്ച് കെട്ടിയത് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ദിവസം കഴുകി പഞ്ഞി പോലത്തത് വെച്ച് കെട്ടണമെങ്കിൽ കെട്ടി എന്നിട്ട് വുളു ചെയ്യണം. സംഗതിയിൽ നേരത്തെ വെച്ച സ്ഥലത്ത് നീതിയില്ല, പോയിട്ടില്ല. അതായത് വെച്ച പഞ്ഞി ആ ദ്വാരത്തിന്റെ നേരെ തന്നെ കെട്ടുന്ന ഒരു മാറ്റം വന്നിട്ടില്ല. എന്നാലും വേണം ഇതൊക്കെ മാറ്റിയിട്ട് വേറെ വെച്ചിട്ട് രണ്ടാമത് കെട്ടിയിട്ട് വുളു ചെയ്യണം. അതിന്റെ പുറമെ സമയമായതിനു ശേഷം ചെയ്യാൻ പാടുള്ളൂ എന്നതിന് പുറമെ വേടാനുസരിച്ച് മൂത്രവാർച്ചക്കാര് പോലെയുള്ള നിത്യശുദ്ധിക്കാരുടെ മേലെ നിർബന്ധമാണ് ഇങ്ങനെ വറുത്ത് കിടന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി കെട്ടി വുളു ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ നിസ്കരിക്കണം. പിന്നെ നമുക്ക് സൗകര്യം പോലെ വുളുവിന്റെ അടുത്ത് നിസ്കരിച്ചാൽ മതി എന്ന് വെക്കാൻ അവിടെ പറ്റില്ല. അപ്പൊ ഉടനെ വേണം എന്ന് പറയുമ്പോഴോ അതിന്റെ വിശേഷിക്കണം. നിസ്കാരത്തെ പിന്തിച്ചു, നിസ്കാരത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പിന്തിച്ചു. അങ്ങനെ നിസ്കാരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പിന്തിക്കാനുള്ള ഇയാള് ബാങ്ക് കൊടുത്ത ഉടനെ മൂത്രം ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി പഞ്ഞോ കോട്ടൺ തുണിയോ ഒക്കെ ദ്വാരത്തിൽ വെച്ച് കെട്ടി ഉദൂർത്ത് എന്ന് അപ്പൊ നോക്കുമ്പോ ജമാഅത്ത് അടക്കാൻ പോകുന്നു. പള്ളിക്കൽ ജമാഅത്തിലേ ചെയ്യാം. അപ്പൊ പിന്നെ ഇയാൾ എന്താക്കി, രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഖുർആൻ എടുത്ത് രണ്ടുപേര് ഊതി. അത് അതേപോലെ ജമാഅത്ത് നിസ്കരിച്ചു പോകണം. ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദർജ മഹത്വമുള്ളതാണല്ലോ. അത് നഷ്ടപ്പെടുത്തേണ്ട നിസ്കാരത്തിന് മസ്ലഹത്തല്ലേ എന്ന നിലയ്ക്ക് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി പിന്തിച്ചാൽ അത് അഹ്വാനാണ്. അല്ലെങ്കിൽ ജുമാഅത്തിന് വേണ്ടി പിന്തിച്ചു വക്ത് കഴിഞ്ഞ ഉടനെ കാര്യങ്ങളൊക്കെ ചെയ്ത് വുളു എടുത്ത് പള്ളിയിലായി. ഇനി ഖുത്ബ തുടങ്ങാൻ തന്നെ ആളുകളൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിപ്പിച്ചു. എന്നിട്ട് പിന്നെ ഖുത്ബ കഴിഞ്ഞു ആ ജുമായിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പൊ നേരത്തെ കൊടുത്ത ഉടനെ ചെയ്ത ഈ വുളു അല്ലെങ്കിൽ മതി. അപ്പൊ കുറച്ച് സമയം എന്തിയില്ലേ, അത് നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ജമാഅത്ത് ഒരു വസ്തുതത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും അതിനുവേണ്ടി കാത്തിക്കപ്പെട്ട ഉദാഹരണം വാങ്ങുകൊടുത്ത ഉടനെ ജമാഅത്ത് തുടങ്ങുന്നില്ല. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങുന്നുള്ളൂ. ഇയാൾ വാങ്ങുകൊടുത്ത ഉടനെ വുളു ചെയ്ത് ഒക്കെ ഒരുങ്ങി വന്നു. അപ്പൊ ഇനി നോക്കുമ്പോൾ 10-20 മിനിറ്റ് 25 മിനിറ്റ് കാത്തിക്കണം. അത്രയും ജമാഅത്താവും. അത്രയും കാത്തു നിൽക്കുന്നതിന് കുഴപ്പമില്ല. കാരണം
ഇവിടെ മുബാദറത്ത് വേണമെന്ന് പറഞ്ഞാൽ അകാരണമായി നിസ്കാരത്തിന്റെ മസ്ലഹത്തിൽപ്പെട്ടതല്ലാത്ത കാരണങ്ങൾക്ക് വേണ്ടി പിന്തിക്കരുത് എന്നേ പറഞ്ഞുള്ളൂ. നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കാതെ ജമാഅത്ത് വേണ്ടി അല്ലെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ജമാഅത്ത് അല്പം താമസിച്ചു വരുന്ന ജമാഅത്താണെങ്കിൽ പോലും അവിടെ ജമാഅത്തിന് വേണ്ടി പിന്തിച്ചാൽ ഈ ഒരു കുഴപ്പമൊന്നുമില്ല. മറ്റൊന്ന് മസ്ലഹത്തിൽ പള്ളിക്ക് പോവുക. ഈ കഴുകി പഞ്ഞി പോലെ വെച്ച് കെട്ടിയൊക്കെ കൊടുക്കുമ്പോൾ വീട്ടിൽ നടന്നതിന് സൗകര്യം ഇങ്ങനെ വീട്ടിൽ ചെയ്തു ഉടനെ അവിടെ നമസ്കരിക്കാരോ. പക്ഷെ ഇയാളെന്താ, ഇയാൾ പുരുഷനല്ലേ, പുരുഷന്മാരെ സംബന്ധിച്ച് പള്ളിയിലാണല്ലോ നമസ്കരിക്കേണ്ടത്. ആ നിലയ്ക്ക് ഇദ്ദേഹം പള്ളിയിലേക്ക് പുറപ്പെട്ടു, പള്ളിയിൽ പോയിട്ട് അവിടെ മാറ്റി കൂടി. അപ്പൊ അതിനുള്ള സമയത്താമസം പ്രശ്നമില്ല, കാരണം നിസ്കാരത്തിന്റെ മനസ്സിലാക്കപ്പെട്ടതാണ്. ഇങ്ങനെ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണ് ബന്ധിച്ചത് എങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, കൊണ്ട് തന്നെ നമസ്കരിക്കണം. അല്ലാതെ കാരണം കൂടാതെ ചിന്തിക്കുകയോ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയുള്ള മറ്റെന്തെങ്കിലും അവശേഷം വേണ്ടി ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ കൊണ്ട് നമസ്കരിക്കാൻ പറ്റാത്തവരും മാറ്റി കഴുകി രണ്ടാമത് വെച്ച് കെട്ടി നമസ്കരിക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണെങ്കിൽ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോ വുദൂഇന്റെ ശർത്തുകൾ 5 ചുരുങ്ങിയ കോലത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി വുദൂഇന്റെ ഫർളുകളാണ് സമയം ഇല്ല, സാധാരണ സമയം തന്നെ ആയിട്ടുള്ളൂ, അല്ലാതെ അറിയത്തില്ല. പിന്നെ അത് ശർത്തുന്നാണ് പൂർത്തിയാക്കാമെന്ന് ആഗ്രഹം തോന്നിയതുമാണ്. കാരണം അങ്ങനെ മറ്റേ എത്തിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ സംശയം ചോദിക്കാനും ഒക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയായ കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചോദ്യം ചോദിക്കാൻ മൈത്രിമാർന്നു ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ചോദ്യത്തിന്റെ സമയമാണ്. ഉസ്താദിന് ആരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഉസ്താദ് അൽഹംദുലില്ലാഹ് എന്ന് പെട്ടെന്ന് നിർത്തി. ഉസ്താദിന് തിരക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സമയം ചെലവായി. സൗദിയിലുള്ള സമയത്താണ് ഉസ്താദ് പരമാവധി അസർ ബാങ്ക് വരെ മുന്നോട്ട് പോലെ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് ജനങ്ങൾ ഉപകരിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഒരാൾ പൈസാൻ ചെയ്യുന്നത് കാണാനില്ല, എല്ലാവരും ഒരു സഹകരിച്ച റായത്തായിരിക്കും. ഒരുപാട് ആളുകൾ സംശയമുള്ളവരുണ്ട്. പിന്നെ അത് പിഎം ചെയ്തിട്ട് പിന്നെ എന്നെ പോലത്തെ അനർഹരോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഉസ്താദിനോട് ചോദിക്കാൻ. എല്ലാവരും പൈസാൻ ചെയ്യാം. ഉസ്താദെ മൈക്കെടുത്തത് ഇന്നലെ ഉസ്താദ് പള്ളിയിൽ നിന്ന് വന്നിട്ട് ഉസ്താദ് നിർത്തി പോയിട്ടുണ്ട്. അവസാനം പിഎം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ഹാജ് 23-ന് മാതൃകയോടുകൂടി പിന്നെ ആ മദ്രസയിൽ ഒരു സംഘടനത്തില് പിന്നെ ഒറ്റുകൊണ്ട് അതല്ല അരി കൊണ്ടിട്ട് മരണപ്പെട്ട അദ്ദേഹത്തിന് വഫാത്ത് കഴിഞ്ഞ് 24-ന് മറവ് ചെയ്തു. അദ്ദേഹത്തിന്റെ 7 ഇന്ന് 14 സത്ത നമ്മുടെ റൂമിൽ ഓതി തീർത്തിട്ടുണ്ട്. രണ്ടാമത്തത് എല്ലാ മാസത്തിലുള്ള സ്വലാത്ത് നമ്മുടെ മൗലിദിന്റെ മുമ്പ് നമ്മുടെ പ്രവർത്തകർ എല്ലാവരും കൂടി ചൊല്ലിയിട്ട് റൂമിലും അല്ലാതെ ചെയ്തിട്ട് ചൊല്ലിയം ചെയ്യുന്നത് 97,787 സ്വലാത്തും. ഇത് രണ്ടും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. കൂടാതെ പിന്നെ ഭരണത് വരുമ്പോൾ പോകുന്നറിയാം, അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ അവിടെ അബ്ദുള്ള കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, ഇന്നലെ അത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് SFന്റെ. ഇൻഷാ അല്ലാഹ് എല്ലാ ഉൾപ്പെടുത്തണം ലാസ്റ്റ് എന്ന് അറിയിക്കുന്നു. പിന്നെ പ്രധാന ഒരുപാട് വിഷയങ്ങൾ പറയാൻ സമയമില്ല. ഉസ്താദ് ചോദ്യം ചോദിക്കാനുള്ളത്, ഈ മുഹ്രിനെ നഖത്തിനടിയിലുള്ള ചളി നീങ്ങാന്നുള്ളത് അവിടെ വന്നു പോലെ ഒരു സംശയം മൈക്കെടുത്തില്ലേ, അങ്ങനെ ഉറപ്പ് കിട്ടണമെന്നുള്ള വന്നു പോലെ എന്നുള്ളത്. പിന്നെ ഈ മാവ് പോലോത്തത് കൂടാതെ എന്നുള്ളത് അവിടെ ഇത്തിഫാക്ക് വരാൻ കാരണം മാവ് പോലോത്ത് ഒരാളെ ശൂല് അതന്നെയാണെങ്കിലോ ഒരാളെ ശൂല് ഇതന്നെയാണ്. മറ്റു പുറത്ത് കളക്കുക മറ്റു ചളി കയറുമ്പോൾ തന്നെ ഒരാളെ ശൂല് ഇതന്നെ ആവുമ്പോ മാവ് പോലോത്തിന്റെ അടി ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ കണിശമായിട്ട് അവിടെ ആർക്കും ഇല്ലാതെ വരാൻ കാരണം ഇതിനകത്ത് ചെറുതായിട്ടൊന്നും വിശദീകരിച്ച നന്നായിരുന്നു. മൈക്കും അല്ല, അതായത് വെള്ളം ചേർന്നിട്ടില്ല എന്ന് ഉറപ്പോ വല്ലോ ഉണ്ടായാൽ പോരാ, ചേർന്നിട്ടുണ്ട് എന്ന് വന്ന് കിട്ടിയാൽ മതി. അതാ അത് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഉണർത്താൻ വിട്ടുപോയതാണ്. ഈ ചളി പോലത്തെ അഴുക്കുകൾ കെട്ടിയിട്ട് വെള്ളം നഖത്തിന്റെ അടിയിലേക്ക് ചേരൂലെന്നുള്ള ഉറപ്പുള്ളവർക്ക് ചെയ്യാവൂല. അതേസമയത്ത് ചേർന്ന് യഖീൻ ഉറപ്പ് വേണമെന്നില്ല, മുന്നുണ്ടായാൽ മതിയോ.
പിന്നെ പൊടി ചളി പോലത്തത് സാധാരണഗതിയിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനാവുമ്പം ആദത്തായ നിലക്ക് വാലിബ് നിത്യം സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അധികരിച്ചും ഇത്തരം അഴുക്കുകളും പൊടികളും ഒക്കെ ഉണ്ടാകുക സർവ്വസാധാരണമാണ്. അപ്പൊ അതിൽ കുറെ വരും. അതേസമയത്ത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചും ഈ പത്തിരിപ്പൊടി മാവ് പോലത്തത്, അതന്നെ പത്തിരിപ്പൊടി മാവ് എന്ന് പറഞ്ഞാൽ രണ്ടല്ല. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരി കുഴച്ചതോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കുഴച്ചതോ പൊറാട്ടക്ക് കുഴച്ചതോ പോലത്തെ ഈ കുഴച്ച ഇത് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ച് വ്യാപകമായി വരുന്ന ഒരു കേസല്ല. അത് നാദിറായ ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം സംഭവിക്കുന്നതായതുകൊണ്ട് പൊതുവായ പ്രയാസം വരുന്ന കാര്യമല്ലാത്തത് കൊണ്ട് അതിന് അഫ്വില്ല എന്ന കാര്യത്തിൽ അയിമത്തിൽ തർക്കം. ചില ആളുകൾക്ക് ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് അത് നിത്യായിരിക്കും, അതല്ല പ്രശ്നം. മഹാഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചും അത് ഒരു എണ്ണപ്പെടുന്ന പ്രശ്നമായി വരുന്നില്ല. അപ്പോ വാലിബിനാസിനെ സംബന്ധിച്ച് ഒരു പ്രയാസകരമല്ലാത്ത ഇവന്റെ പ്രവൃത്തി മൂലം വന്നതായതുകൊണ്ട് അവിടെ വെള്ളം ചേരാതിരുന്നാൽ വുദു സഹിയാവില്ല എന്ന കാര്യത്തിൽ ഇത്തിഫാഖ്. അതേസമയത്ത് പൊടി ചളി പോലത്തത് മനുഷ്യൻ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. ഒരുപാട് വലിയൊരു ഭാഗം എന്നല്ല മഹാഭൂരിഭാഗം വരുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചും കാലിലും കയ്യിലും ശരീരത്തിലും ഒക്കെ മണ്ണും പൊടിയും പറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. അത് ആന്മായ വ്യക്തിയാണ്. അവിടെ അഫു വരുന്നത് പോലെ ഒറ്റപ്പെട്ട നാദായ സംഭവങ്ങൾക്ക് നിയമം വരില്ല. അതുകൊണ്ടാണ് മാവ് പോലത്തോടത്ത് ഇത്തിഫാഖായിട്ട് വെള്ളം ചേരുന്ന അത് നീക്കിക്കളയണം, വെള്ളം ചേർന്നെങ്കിലേ സഹിയാവുള്ളൂ എന്ന് ഒറ്റ വാക്കിൽ ഇത്തിഫാഖായിട്ട് പറയാനാണ്. അതേസമയത്ത് മണ്ണ് തടിയടി പൊടി പോലത്തെ വ്യാപകമായി വരുന്നതും ഇബ്തിലായതുകൊണ്ടും അഫു ബാധകമാകും എന്നാണ് ആ പറഞ്ഞ വിഭാഗം പറയുന്ന ന്യായം. ഖിലാഫിനുള്ള അടിസ്ഥാനം അതാണ്. ഇൻഷാ അല്ലാഹ് ദുആ നമുക്ക് ഒന്നിച്ച് ദുആ ചെയ്യാൻ നമ്മൾ പ്രത്യേകം എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മരണപ്പെട്ടുപോയ അബൂ ഹാജി പോലത്തെ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകിയവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതിന്റെ പുറമെ ഈ അക്രമികളായ തമ്മാടികൾ ഈ മഞ്ചേരി ഇപ്പോൾ നടന്ന സംഭവത്തിന്റെ കുറച്ചു മുമ്പായി കൂട്ടാവിൽ നടന്ന നഗ്നമായ അക്രമം, അതുപോലെ തന്നെ തളിപ്പറമ്പിനടുത്ത് നടന്ന അക്രമം, തളിപ്പറമ്പിനടുത്ത് നടന്ന അക്രമം നടത്തിയ അക്രമികളിൽപ്പെട്ട ഏതാനും ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതേസമയത്ത് തികച്ചും തമ്മാടിത്തരം പോക്കിരിത്തരം നടത്തി നിരപരാധികളായ സത്യവിശ്വാസികളായ സുന്നത്ത് പ്രവർത്തകന്മാരെ മൃഗീയവും നിഷ്ഠൂരവുമായി മർദ്ദിച്ചിട്ട് ആരൊക്കെയാണ് അതിന്റെ അക്രമികളെന്ന് കൃത്യമായി അറിഞ്ഞിട്ടുണ്ട് ഒരാളെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂട്ടാവ് സംഭവത്തിലും കൊലപാതകം വരെ നടത്തിയ യളങ്കൂർ സംഭവത്തിലും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മഹാന്മാരുടെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് പുറമെ അക്രമികളെ അല്ലാഹു തആല നിലക്ക് നിർത്താനും അവർക്ക് ഒത്താശ പാടുകയും അവർക്ക് റാമുകയും അവർക്ക് വേണ്ടതൊക്കെ പിൻവാതികളിലൂടെ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ നിരോധിച്ചവയാൻ വേണ്ടിയിട്ട് സന്ദർഭമൊരുക്കി കൊടുക്കുന്ന തമ്മാടികൾക്ക് ഒത്താശ ചെയ്യുകയും മറ്റുള്ളവർക്ക് മാതൃകയാകുമാർ ഈ ലോകത്ത് തന്നെ പാഠം പഠിപ്പിക്കുമാറാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യാൻ നമുക്ക് ആയുധെടുക്കാൻ നോക്കിയില്ലല്ലോ. രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ രാജ്യത്തിന്റെ നിയമം കൈയെടുക്കാൻ പാടില്ല. നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാരും നേതാക്കന്മാരും എപ്പോഴും നമ്മളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാവരും നമ്മളെ കൈക്ക് എല്ലില്ലാത്തത് കൊണ്ടോ അവരെ കൈകളിൽ രണ്ട് ജീവനും നമ്മുടെ വഴിയിൽ ഒരു ജീവനും ആയതുകൊണ്ടോ അല്ല നമ്മൾ ശാന്തരാകുന്നത്. മറിച്ച് നമ്മുടെ നേതാക്കന്മാരും വിവരമുള്ളവരും വിവേകമുള്ളവരുമായ മഹത്തുക്കളായ നമ്മുടെ ഉലമാക്കളും നേതാക്കന്മാരും നമ്മളോട് എപ്പോഴും ഉപദേശിക്കുന്നത് രാജ്യത്തിന്റെ നിയമം ആ നിയമത്തിനനുസരിച്ച് അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിനെ ഉൾപ്പെട്ടുകൊണ്ട് സുന്നത്തമായതിനെ ഖിദ്മത്ത് ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്. ശാന്തരാവണം, നിയമം കയ്യിലെടുക്കരുത്, അക്രമത്തിന്റെ വഴി സ്വീകരിക്കരുത് എന്ന് നമ്മളോട് ഉപദേശിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓർക്കൊക്കെ ഒരു ജീവനുകൾ, നമ്മക്കൊക്കെ തടിമൽ ഒരു ജീവനാണെങ്കിൽ ഓരോ തടിമൽ ഒരു ജീവൻ തന്നെ ഉള്ളൂ.
അവരുടെ കൈക്ക് എല്ലുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വായക്കൈയൊന്നല്ല, നമ്മളെ കൈക്കും എല്ലുണ്ട്. പക്ഷെ നമ്മൾ നിയമം കയ്യിലെടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? നിയമം കയ്യിലെടുക്കാൻ നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം അത് ശരിയായ വഴിയല്ല, അക്രമത്തിന്റെ വഴി ഒരിക്കലും ശരിയല്ല. എന്ന് മഹാന്മാർ പഠിപ്പിച്ചത്. കഴിവുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, ആൾബലമുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഒരിക്കലും ആക്രമിക്കാൻ പോകണ്ട. കാരണം അക്രമം ആര് ചെയ്തു, അത് എത്ര വലിയവനാണ്, അത് തലകെട്ട് എഴുതുകയും ചെയ്താലും തലകെട്ട് കെട്ടാത്തവൻ ചെയ്താലും, താടി ഉള്ളവൻ ചെയ്താലും താടി ഇല്ലാത്തവൻ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപ് ചെയ്തവന് ഈ ലോകത്ത് നിന്ന് പാഠം പഠിപ്പിച്ചിട്ട് അല്ലാഹു ചരിത്രമാണ്. അത് എളുപ്പത്തിൽ അല്ലാഹു ഇത്തരം തമ്പാടികളെയും അക്രമികളെയും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ശക്തികളെയും അല്ലാഹു തആല പാഠം പഠിപ്പിച്ച് പരാജയപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും സുന്നത്തമായതിനു വേണ്ടി ജീവിതത്യാഗം വരെ ചെയ്യുന്ന പ്രവർത്തകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അൻസർ റളിയല്ലാഹു തആല മഹാനായ ജഅഫർ തയ്യാർ റളിയല്ലാഹു തആലയൊക്കെ കൂടെ സദാക്കന്മാരായി അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ചുമാറാകട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ സുന്നത്തമായതിന്റെ ഖിദ്മത്തായി മഹാന്മാരായ സഹസാരികൾ ജീവൻ കൊടുത്തപ്പോൾ നാം നമ്മുടെ സേവനത്തിന്റെ എളിയ നമ്മുടെ ജീവനും സ്വത്തും ആരോഗ്യവും ഒക്കെ അല്ലാഹുവിനെ നിറവേറ്റ ദീനിന്റെ ഹാദിമീങ്ങളിൽ അല്ലാഹു തആല പ്രവർത്തകന്മാരെ ഉൾപ്പെടുത്തുകയും സുന്നത്തമായതിന്റെ മുഴുവൻ പ്രവർത്തകന്മാരും അല്ലാഹു തആല ഇസ്സത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യല്ല. നിങ്ങളും ദുആ ചെയ്യണം, ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നു, നിങ്ങളും എപ്പോഴും ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് അബൂഹാജിക്ക് വേണ്ടി അക്രമികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂട്ടാവ് സംഭവത്തിലെ അക്രമികൾ ഇന്ന് ഒറ്റ കുട്ടിയെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരവരെ നടക്കുകയാണ്. പോലീസിന്റെ ഭാഷയെ പറഞ്ഞാൽ കാണാനില്ല. യഥാർത്ഥത്തിൽ അവരവരോർത്തുണ്ട്. ഇവരെയൊക്കെ അല്ലാഹു തആല അവരുടെ കരുണീയത്തിന്റെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് സുന്നത്തമായതിന്റെ പ്രവർത്തകന്മാരെ അടിച്ചൊതുക്കാനും കൊന്നുകൊടുക്കാനും ശ്രമിക്കുന്നവരെ അല്ലാഹു തആല നിരാശപ്പെടുത്തുകയും സുന്നത്തമായ പ്രവർത്തകന്മാർക്ക് അല്ലാഹു തആല കൂടുതൽ ഇസ്സത്തും ഹിമ്മത്തും എത്തിച്ചെടുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതിരുന്നത് കാരണം ഇത് അങ്ങനെയാണ് സൈബർ ലോകം രേഖപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അന്ന് ഞാനത് പറഞ്ഞു പോയാൽ വല്ലാതെ കൂടുതലായി പോകും. അപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നിർദ്ദേശിക്കുന്ന അവര് നമ്മളോട് എപ്പോഴും ഉപദേശിക്കുന്ന സംയമനത്തിനെതിരായി പോകുമോ എന്ന് ഭയന്ന് കൊണ്ട് നിയന്ത്രണം വിട്ടു സംസാരം ഏറിപ്പോയാൽ അത് മോശമാണല്ലോ. തന്നെയല്ല രേഖപ്പെടും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്നും പറയാതെ വിചാരിക്കണം. എനിക്ക് അതിനെപ്പറ്റി വിഷമമില്ലാത്തത് കൊണ്ടോ ആ സംഗതി കൃത്യമായി അറിയാത്തത് കൊണ്ടോ അല്ല. എല്ലാ നാട്ടിലുള്ളതായതുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായ നിലയിലുണ്ട് അറിയാം. പക്ഷെ ഞാൻ പറയുമ്പോൾ പൊതുവെ കുറച്ച് വികാരം കൂടി അധികമായി പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഉണ്ടാതെ നടന്നതാണ്. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ മരണപ്പെട്ട ആ അബൂഹാജി അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ പരിക്കേറ്റ് കിടക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപത്തിൽ ശിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. സുന്നത്തമായതിനെ പ്രവർത്തകന്മാരെ കൊല്ലാനും ആക്രമിക്കാനും ദുൽമ് ചെയ്യാനും ശ്രമിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരർഹിക്കുന്നത് കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പാഠം പഠിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇനി ആ വിഷയത്തിലേക്ക് കടന്നുവരുന്നില്ല. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സ്വലാത്തും അതുപോലെ തന്നെ ഖത്മും ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചോദ്യോത്തരത്തിന് വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ കൈക്ക് വരിക. അസ്സലാമു അലൈക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും വ്യക്തമായിട്ട്? ഹലോ അൽഹംദുലില്ലാ. ഉസ്താദെ സുഖം തന്നെ വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നതിലൊക്കെ പക്ഷേ ഇവിടെ തിരക്കുണ്ടായിരുന്നാലും ചോദിക്കാൻ പറ്റാതിരുന്നത്. ഉസ്താദെ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഉസ്താദിന്റെ അടുത്ത് കുറച്ച് ദിവസം ചോദിച്ചിരുന്നു. ഇങ്ങനെ അതായത് സബ്സ് നിൽക്കുമ്പോൾ മുന്നിലുള്ള സബ്സിൽ ഒരാൾക്ക് വ്യക്തമായിട്ട് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിട്ട് ആ സ്ഥലം വിലക്കിട്ട് രണ്ടാണ്ട് സബ്സ് തുടങ്ങുന്നതിന്റെ മസല ചോദിച്ചു. ഉസ്താദ് പറയുന്നത് മുന്നിലുള്ള സബ്സിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടായിട്ടും നിന്നില്ലെങ്കിൽ രണ്ടാമത്തെ സബ്സിലുള്ളവർക്ക് ജമാഅത്തിന്റെ ജോലി കിട്ടില്ല എന്നാണ്. അപ്പോ ഞാൻ 2 ദിവസത്തെ റെക്കോർഡിംഗ് ഇങ്ങനെ കുട്ടികളെ അതായത്
പ്രായമായ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരണതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ ഉസ്താദ് പറഞ്ഞത് തെറ്റാണ്, ഒന്നുമില്ലാത്തതുകൊണ്ടും അവർ കിടക്കാണ്ടും. അപ്പൊ എനിക്ക് ചോദിച്ചാൽ ഞാൻ ഒരു കാര്യം ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. കാരണം ഞാൻ പോണ മാറ്റുപള്ളിയിൽ അവിടെ പള്ളിയെ കൊണ്ടുവരാറുണ്ട്. അവരപ്പോ ഫസ്റ്റ് സപ്പിൽ വന്നിട്ടാണ് സംസ്കാരം പറയാൻ നമസ്കാരം തുടങ്ങുമ്പോഴത്തേക്കും ഓടി വേറെ സ്ഥലങ്ങളിലേക്ക് പോകും, ഓടി കളിക്കും. അപ്പൊ ആ അവസ്ഥയിലും ഇതുപോലെ പുറകിൽ നിൽക്കുന്നവർക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടാത്ത അവസ്ഥ വരുമോ ഇല്ലേ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത അതല്ലെങ്കിൽ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട് ഫലപ്രദമല്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക. അറബികൾ അവരുടെ നാട്ടിൽ അവരുടെ പള്ളിയിൽ അവർ ചെറിയ വിവേകമെത്താത്ത പൈതൽ മക്കളെ കൊണ്ടുവന്ന് അവരവരുടെ ശബ്ദശിലയും അസൗകര്യവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പള്ളി പോകേണ്ടത് മക്കൾ ഓർക്കാൻ പറ്റും, അതെന്തായാലും പറ്റൂലല്ലോ. പള്ളിയിൽ നിങ്ങൾ പോകേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് വേറെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പരമാവധി. തന്നെയല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അറിഞ്ഞു നോക്കാം. അവരുടെ നാട്ടിൽ നമ്മൾ അവരുടെ അതിഥികളും അവരുടെ ജീവനക്കാരും തൊഴിലാളികളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വിട്ട് അവരോട് ഉപദേശിക്കാൻ കഴിയില്ല. മസാല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് അറബി അജമി എന്നൊന്നും വേർതിരിവില്ല. നിയമപ്രകാരം തമ്മീസാകാത്ത പള്ളിയുടെ ഹുർമത്ത് പാലിക്കാൻ അറിയാത്ത വിവേകമെത്തിയിട്ടില്ലാത്ത പൈതൽ മക്കളെ പള്ളിയിൽ കൊണ്ടുവരുന്നത് തെറ്റാണ്. അത് പള്ളിയുടെ ഹുർമത്തിന് കേടാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് ചെയ്യാതിരിക്കുക. അല്ലാതെ അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി അവിടുന്ന് കുട്ടി നിസ്കരിക്കാൻ കുട്ടിക്ക് നിസ്കാരം അപ്പൊ ബേക്കിലേക്ക് അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് ഒരു പ്രായോഗികമായി ചെയ്യാൻ കഴിയില്ല. നിസ്കാരം സഹിയാകാൻ സംശയമല്ല. 300 മുഴത്തിന്റെ ഇമാമും മോമും തമ്മിൽ 300 മുഴം വരെ അകലമുണ്ടായാൽ പള്ളി അല്ലാത്ത സ്ഥലത്ത് തന്നെ ജമാഅത്ത് സഹിയാവും. പള്ളിയിലാണെങ്കിൽ ഇമാമിന്റെ മോമുവിന്റെ ഇടയിൽ 1000 മുഴം അകലമുണ്ടെങ്കിലും നിസ്കാരം സഹിയാവും. ജമാഅത്തിന്റെ ജീവിതത്തെ ഫളീലത്ത് ഇരുത്തണമെങ്കിൽ അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം ഇവിടെ വന്ന ഉസ്താദേ, ഒരു കിണറ്റിലെ നായ വീണ് ചത്തു. കിണറ്റിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം മോട്ടോർ വഴി കുറെ ഒഴിവാക്കി. എന്നാൽ മഴ കാരണം കിണർ നിറഞ്ഞു. ഇനിയും വെള്ളം ഒഴിവാക്കണമെന്നാണ് ചോദ്യം. അങ്ങനെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു ഒഴുകി പോയാൽ മതി, വെള്ളം ഒഴിവാക്കണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ വൈക്കോട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ തന്നെ നമ്മൾ ഓതിയോർച്ച ഭാഗം വന്ന് ആരോ ചോദിച്ചു, ആ ക്ലാസ് പങ്കെടുക്കാത്തവരുമായിരിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം 2 കൊല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിൽ നജസ് വീണാൽ അതുകൊണ്ട് വെള്ളം മനസ്സാവൂല. മറിച്ച് നിറമോ മണമോ രുചിയോ വ്യത്യാസപ്പെട്ടെങ്കിൽ മാത്രമേ വെള്ളം രസമുള്ളൂ. അത് നായ വീണ് ചത്താലും പൂച്ച വീണ് ചത്താലും നിയമം ഒന്ന് തന്നെ. വെള്ളം 2 കൊല്ലത്തിലധികം 2 കൊല്ലത്തിലേറെ 195 ലിറ്റർ ലെവലുള്ള 200 ലിറ്റർ താഴെ കിണറുകളിലൊക്കെ ധാരാളം വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോ ഒരുപാട് വെള്ളമുള്ള ഒരു കിണറ്റില് ഒരു പൂച്ച വീണ് ചത്തു എന്ന ചോദ്യം, അതല്ലെങ്കിൽ ഒരു എലി വീണ് ചത്തു, അല്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ നായ വീണ് ചത്തു. എന്നാൽ ഈ ജീവി ഈ വെള്ളത്തിൽ വീണ് ചത്തത് കൊണ്ട് വെള്ളത്തിന് നിറമാറ്റമോ വാസന മാറ്റമോ രുചിമാറ്റമോ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വെള്ളസാവും. അതൊന്നുമില്ല. നായ വീണ് ചത്തു അല്ലെങ്കിൽ പൂച്ച വീണ് ചത്തു, ഉടനെ തന്നെ അതിനെ അടുത്ത് കളഞ്ഞു. അതിന് മാറ്റം നിറമാറ്റോ വാസന മാറ്റോ ഒന്നും വന്നതിന് മുമ്പ് എടുത്ത് കളഞ്ഞു. എന്നാ വെള്ളത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പൂച്ചയുടെയോ ഈ നായയുടെയോ രോമം ഈ വെള്ളത്തിൽ വ്യാപകമായി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ട് എന്ന മിക്കവാറും ധാരണ വരുന്നത് വരെ വെള്ളം കോരി ഒഴിക്കണം.
അതിനുള്ളൊരു എളുപ്പപ്പണി നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. മുൻഗാമികളായ നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞു എന്നൊരു മാർഗം ഉണ്ടായിരുന്നു. ഈ പൂച്ച വീണ് ചത്ത, അതല്ലെങ്കിൽ നായ വീണ് ചത്ത ഈ കിണറ്റില് രോഗമുണ്ടെങ്കിൽ അത് പൊന്തി നിൽക്കും. അപ്പൊ അതിന് കുറച്ച് ഉമ്മി, നെല്ല് കുത്തിയ ഉമ്മി ഉണ്ടല്ലോ, അതിൽ ഗോതമ്പ് കുത്തിയ ഉമ്മി, ഈ ഉമ്മി കുറച്ച് കൊടുത്താൽ അതും മുകളിലാണ് നടക്കുക. ഈ ഉമ്മിയിലേക്ക് രോഗം പെട്ടെന്ന് പറ്റി പിടിക്കും. അങ്ങനെ വെള്ളം കുറെ ബക്കറ്റ് കൊണ്ട് കോരി ഒഴിച്ചാൽ ഈ ഉമി മോളിൽ പറക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ ഇത് സാധാരണഗതിയിൽ ഉണ്ടാവില്ല. ഇങ്ങനെ അപ്പൊ അങ്ങനെയൊന്നുമില്ല. നായയുടെ രോമം ഈ കിണറ്റിൽ വ്യാപകമായി കാണുന്നില്ല, അല്ലെങ്കിൽ പൂച്ചയുടെ രോമം വ്യാപകമായി കാണുന്നില്ല. വാസനയും നിറവും മണവും ഒന്നും മാറിയിട്ടില്ല. എന്നാൽ ആ വെള്ളത്തിനൊരു കുഴപ്പമില്ല. അതിന് വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് വാസന മാറിയിരുന്നു. നായ വീണത്ത് അല്ലെങ്കിൽ പൂച്ച വീണത്ത് നമ്മൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ എലി വീണത്ത് നമ്മൾ അറിഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞ ശേഷം വാസന വന്ന് വെള്ളത്തിൽ ചീത്ത വാസന കണ്ടു. ആ സമയത്ത് എടുത്ത് നോക്കുമ്പോ പൂച്ച തിരക്ക് കാണാണ്ട്, അല്ലെങ്കിൽ നായ തിരക്ക് കാണാണ്ട്. എന്നാൽ ഈ ശവം എടുത്ത് കളഞ്ഞതിന് ശേഷം 2 മാർഗം സ്വീകരിക്കാം. ഒരു പക്ഷേ 2-3 ദിവസം തീരെ വെള്ളം പോരാതെ അങ്ങനെ വെച്ചു ഇപ്പൊ വാസനയൊന്നുമില്ലെന്ന വെള്ളം ഒരു കുഴപ്പമില്ല. ഇനി അങ്ങനെയല്ല, കുറെ വെള്ളം മോട്ടോർ വെച്ചടിച്ചിട്ടോ അത് കോരിയിട്ടോ കളഞ്ഞു, ഇപ്പൊ വാസന ഇല്ലാതെ ശുദ്ധി. അപ്പൊ ഈ വാസന മാറിയിരുന്ന വെള്ളം സ്വയം വാസന മാറുകയോ, അല്ലെങ്കിൽ വെള്ളം കുറെ കോരി ഒഴിച്ച ശേഷം വാസന മാറുകയോ ചെയ്താൽ വെള്ളം കുറവായി. അല്ലാതെ ഈ വെള്ളം മുഴുവനായിട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല വാസന മാറ്റമോ രുചി മാറ്റമോ ഒന്നും ഇല്ലെങ്കിൽ വെള്ളം കോരി വയ്ക്കേണ്ട ആവശ്യമില്ല. എടുത്തെടുത്താൽ മാത്രം മതി. അതിൽ നായ എന്നോ പൂച്ച എന്നോ എലി എന്നോ വ്യത്യാസം ഈ വിശേഷമില്ല. രോമം വ്യക്തമായിട്ടുണ്ടെങ്കിൽ ആ രോമം ഒഴിവാക്കാൻ ശ്രമിക്കണം. അല്ലാതിരുന്നാൽ ഉപയോഗിക്കാൻ പ്രയാസമുള്ള വെള്ളം രസമല്ല. കാരണം ധാരാളം വെള്ളം വളർച്ചയില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. പക്ഷെ കോരുന്ന ബക്കറ്റിലൊക്കെ ഇതിന്റെ രോമം വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാറില്ല. അങ്ങനെ രോമം ഉണ്ടെങ്കിൽ ആ രോമം പോക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി. അല്ലാതെ വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ഈ 5 ഷർത്തുകള് ഉസ്താദ് പറഞ്ഞത് കൃത്യമായി കേട്ടിട്ടില്ല. ഇന്നലെ ക്ലാസ് അതുകൊണ്ട് പറയണം. അസ്സലാമു അലൈക്കും. 5 ഷർത്തുകള് ഒന്ന് കുറച്ച് വിശദമായി പറഞ്ഞതാണ്. അതായത് വെള്ളം തുഹൂറാവണം, സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ തൗഹൂറായ വെള്ളം കൊണ്ട് എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമത്തെ ഷർത്ത്. കുളിയാണെങ്കിലും അതുകൊണ്ട് നീക്കാൻ പാടുള്ളൂ. ഇനി നജസ്സിന് കഴുകാണെങ്കിലും ഇതാണ്. നജസ് ശുദ്ധിയാക്കാനും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാനും തൗഹൂറായ അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ മുത്തലക്കായ വെള്ളം എന്ന് പറയുന്ന വെള്ളമായിരിക്കണം. അതാണ് ഒന്നാമത് പറഞ്ഞത്. ബാക്കി 4 പറഞ്ഞത്. 2 അവയവങ്ങളിൽ കഴുകപ്പെടുന്ന അവയവവും തടവപ്പെടുന്ന അവയവവും ഇങ്ങനെ 2 തരം. ഈ കഴുകപ്പെടുന്ന അവയവത്തിൽ വെള്ളം നനച്ചാൽ പോരാ, വെള്ളം ഒഴുകണം. അപ്പോഴേ കഴുകി എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ 2ാമത്തെ ഷർത്ത്. വെള്ളം അങ്ങനെ ഒലിപ്പിക്കണം അവയവത്തിലൂടെ. ഇതുപോലെ കയ്യോട് നനച്ചാൽ പോരാ. 2ാമത്തെ ഷർത്ത് കഴുകപ്പെടുന്ന അവയവം വെള്ളം ഒഴുകുക എന്നാണ്. 3ാമത്തേത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തിന്റെ നിറവ്യത്യാസമോ വാസന വ്യത്യാസമോ രുചി വ്യത്യാസമോ വരുത്തുന്ന വസ്തുക്കൾ ധാരാളമായി ഉണ്ടായി അത് മുഖേന വെള്ളത്തിന് പച്ചവെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലയ്ക്ക് നിറമോ മണമോ രുചിയോ മാറാൻ മാത്രമുള്ള വസ്തുക്കൾ അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വെള്ളം പകർച്ചയാക്കുന്ന വസ്തു അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നിറമുള്ള വസ്തു അല്ലെങ്കിൽ വാസനയുള്ള രുചിയുള്ള വസ്തു അവയവങ്ങളിൽ ഉണ്ടായിരുന്നു. കഴുകിയപ്പം ഈ കഴുകിയ വെള്ളത്തിന്റെ വാസന മാറാൻ അല്ലെങ്കിൽ രുചി മാറാൻ അല്ലെങ്കിൽ നിറം മാറാൻ മാത്രം അവയവങ്ങളിൽ ഉള്ളത് കൊണ്ട് വെള്ളം തൂറല്ലാതായി മാറും. അങ്ങനെ വരാൻ പറയാം. അപ്പൊ കഴുകപ്പെടുന്ന
അവയവങ്ങളിൽ വെള്ളം പകർച്ചയാവുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കാൻ മൂന്നാമത്തെ ഷർത്ത്. നാലാമത്തെ ഷർത്ത് കഴുകപ്പെടുന്ന അവയവങ്ങളിലാവട്ടെ തടയപ്പെടുന്ന അവയവങ്ങളിലാവട്ടെ ഈ ഉദൂവിന്റെ വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന തരത്തിൽ മറയായി നിൽക്കുന്ന ചായം, അതുപോലെ പശ പോലെയുള്ള വെള്ളം അവയവത്തിലേക്ക് ചേരാതെ അതിന്റെ തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞതാണ്. പ്രധാന പൈന്റ് വഹിക്കാനാണ്. അപ്പൊ കൈമുട്ടിന്റെ വരെയുള്ള സ്ഥലത്ത് ഒരുപാട് പൈന്റ് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ മെഴുകുകൊണ്ട് ജോലി ചെയ്യുന്ന ആളാണ്. ശരീരത്തിന്റെ കുറെ ഭാഗത്ത് മെഴുക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം അവയവത്തിലേക്ക് നേരിട്ട് എത്തുന്നതിന് തടസ്സമാവുന്ന തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയാണ് 4 ഷർത്ത്. അഞ്ചാമത്തത് മൂത്രവാർച്ച അല്ലെങ്കിൽ കീവായൂക്ക്, അതല്ലെങ്കിൽ മതിയ പോക്ക്, അല്ലെങ്കിൽ വലിയ പുറപ്പെടൽ, അതല്ലെങ്കിൽ നീതിയെ പോലെയുള്ള നിത്യാശുദ്ധി നിയന്ത്രണ വിധേയമല്ലാതെ രോഗമായി നിത്യമായുള്ള ആളുകളാണെങ്കിൽ അത്തരക്കാരും ഒന്നും ചെയ്യണം. ഏത് നിസ്കാരത്തിന് വേണ്ടിയാണോ ഒന്നും ചെയ്യുന്നത് എങ്കിൽ ആ നിസ്കാരത്തിന്റെ വക്ത് പ്രവേശിച്ചതിന് ശേഷം ആയിരിക്കണം ഒന്നും ചെയ്തു നോക്കാൻ പാടില്ല. അങ്ങനെയാണ് ഷർത്ത് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സദർ ചോദ്യം, ഒരു ജുമാഅത്ത് 40 ആള് മാത്രം ഉണ്ടാകുന്ന ജുമാ, ഈ ജുമാ കഴിഞ്ഞ ശേഷം ആണ് ഇമാമിന്റെ ശരീരത്തിൽ നജസ് ചുമന്നതായിട്ട് നമ്മൾ ജുമാ കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ജുമാ സഹിയാകുമോ അല്ലെങ്കിൽ ജുമാ ബാത്തിലാകുമോ? ബാത്തിലാകുമെങ്കിൽ വീണ്ടെടുക്കാൻ ആ ജുമാ വീണ്ടെടുക്കാൻ എന്താ പരിഹാരം എന്ന് അറിയുന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആകെ 40 ആള് ഇമാം ഉൾപ്പെടെ 40 ആളുള്ളൂ നിബന്ധന എങ്കിൽ അങ്ങനെ ജുമാ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇമാമിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കാരത്തിൽ വിടുതി ചെയ്യപ്പെടുന്നതല്ലാത്ത പ്രത്യക്ഷമായ നജസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിസ്കാരം ജുമാ സഹിഹല്ല എന്ന് ഉറപ്പായി. അതേസമയത്ത് പ്രത്യക്ഷമല്ലാത്തതാണ് പരോക്ഷമായ നജസ്. ഉദാഹരണം മൂത്രം, മതി പോലെയുള്ള നനവ് മാത്രം കാണാവുന്നതും അത് ഉണങ്ങിയാൽ പിന്നെ കാണാൻ പറ്റാത്തതുമായ തരത്തിലുള്ള നജസായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇമാമ് ഉണ്ട് എന്ന ധാരണയിലൊക്കെ ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇമാമിന് ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ പിന്നീട് അറിഞ്ഞാൽ മൗമൂമികളുടെ ജുമാ സഹിയാകും, അവർക്ക് കുഴപ്പമില്ല. അതേസമയത്ത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന നജസ്, ഉദാഹരണം ഇയാൾ ധരിച്ച അണ്ടർവെയറിൽ അല്ലെങ്കിൽ ഷെഡിൽ എന്തുണ്ടായില്ലായിരുന്നു? മരം അല്പമുണ്ടായില്ലായിരുന്നു, അല്ലെങ്കിൽ അസുഖം ചെയ്യപ്പെടാത്ത ജഡ്ജമുണ്ടായില്ലായിരുന്നു. അതുപോലെയുള്ള നോക്കിയാൽ കാണുന്ന നജസുണ്ട്. പക്ഷെ ഇപ്പൊ കാണുക കാരണം ഇയാൾ എടുത്ത തുണിയുടെ അടിയിൽ ധരിച്ച അണ്ടർവെയറിലാണ് യഥാർത്ഥത്തിൽ ഇതുള്ളത് എന്ന് പിന്നീട് ബോധ്യപ്പെട്ടാൽ ആ ജുമാ സഹിയല്ല. അതായത് ഇപ്പൊ നോക്കിയാൽ കാണുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ പ്രശ്നം ഇമാമിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉള്ളതായി നജസ് ഒരാൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണൂല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന നജസുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നിസ്കാരം സഹിയല്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധ്യതയില്ലാത്ത പ്രധാനം മൂത്രമായിട്ട് ഉണങ്ങിയതായിരുന്നു, അല്ലെങ്കിൽ മഴയായിട്ട് ഉണങ്ങിയതായിരുന്നു. അപ്പൊ അത് നോക്കിയാൽ കാണൂല. അല്ലെങ്കിൽ ഇയാൾക്ക് മുറിഞ്ഞു പോയില്ലോ ഉയർന്ന മര്യാദയാണ്, അതൊന്നും നോക്കിയാൽ കാണാം. ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണെങ്കിൽ ആ ജുമാക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ല. പിന്നെ ഇനി ഇങ്ങനെയുള്ള ഉദാഹരണം ഇയാളുടെ ഒന്നുമില്ല എന്ന കാര്യം ജുമാ നിസ്കരിച്ചതിന് ശേഷം ബോധ്യപ്പെട്ടു. അതല്ലെങ്കിൽ ഇയാളുടെ ശരീരത്തിൽ നോക്കിയാൽ കാണാവുന്ന തരത്തിലുള്ള നജസ് ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ വഖത്ത് വിശാലമാണോ അസൽ സമയം കടക്കാനായിട്ടില്ല, 2 ഖുതുബയും നിസ്കാരവും നിർവഹിക്കാൻ സമയം ബാക്കിയുണ്ടെങ്കിൽ ഈ നജസ് നീക്കി അല്ലെങ്കിൽ അശുദ്ധിയുള്ള ആൾ ശുദ്ധി വരുത്തിയതിനു ശേഷം ഈ 40 ആളുകൾ കൂടി 2ാമത് ഖുതുബ നിർവഹിച്ച് ജുമാ നിസ്കരിക്കാവുന്നതാണ്. അതേസമയത്ത് സമയം സൗകര്യമില്ല, ഈ 2 ചുരുങ്ങിയ തോതിൽ 2 ഖുതുബ നിർവഹിച്ച് 2 റക്അത്ത് ഫർദ് നിസ്കരിക്കാൻ സമയം കിട്ടില്ല. ഈ സമയത്താണ് ഇമാമിന്റെ നിസ്കാരം ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് എങ്കിൽ
പിന്നെ അവര് 3 മണിക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് സാധാരണ ഇതിൽ വക്ത് കടന്നു തന്നെ ഹുത്തുബ കഴിഞ്ഞു, ജുമായും കഴിഞ്ഞു, താമസിയാതെ ഈ കാര്യം ബോധ്യപ്പെട്ടു. അപ്പൊ രണ്ടാമത് ഹുത്തുബ ഓതി ജുമാ നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ മടക്കി ജുമാ നിസ്കരിക്കാം. അതേസമയത്ത് അസറാകാൻ സമയമാണെങ്കിൽ 2 ഹുത്തുബയും 2 റക്അത്ത് നിസ്കരിക്കാനും സമയമില്ലെങ്കിൽ പിന്നെ മുഹറായി നിസ്കരിക്കുകയും വേണം. ഒരാൾ ഏശാ നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ച് ശേഷം സുന്നത്തും വിത്റും നിസ്കരിച്ചു. അതിന്റെ ശേഷം അയാൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഇതെല്ലാം മറ്റ് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും. നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇശാന്റെ ശേഷമുള്ള സുന്നത്തും നിസ്കരിച്ചു, വിത്റും നിസ്കരിച്ചു. അതിനുശേഷം രണ്ടാമത് ജമാഅത്ത് കിട്ടി. അപ്പൊ ആദ്യത്തെ ജമാഅത്തല്ലാതെ ഒറ്റക്ക് നിസ്കരിച്ചവനായിരുന്നാലും ആദ്യത്തേത് ജമാഅത്തായി തന്നെ നിസ്കരിച്ചിരുന്നാലും ാവുന്നതിന് മുമ്പ് രണ്ടാമതൊരു ജമാഅത്ത് കിട്ടിയാൽ അക്കൂട്ടത്തിൽ യാദത്ത് മടക്കി നിസ്കരിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം. അത് 5 വക്ത് ഫർദ് നിസ്കാരത്തിന് ബാധകമാണ്. ഒരു പ്രാവശ്യം ജമാഅത്തായിട്ടോ ഒറ്റക്കോ നിസ്കരിച്ചിരുത്തി രണ്ടാമത് ജമാഅത്ത് കിട്ടുമെങ്കിൽ ആ ജമാഅത്തിൽ കൂടിക്കൊണ്ട് മടക്കി നിസ്കരിക്കും. ഇങ്ങനെ മടക്കി നിസ്കരിക്കുന്നത് സുന്നത്താണ്. ആ മടക്കി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തില്ല, നേരത്തെ നേരത്തെ നിസ്കരിച്ചതിന് ശേഷം തന്നെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാദത്ത് ചെയ്തതിന് ശേഷം രണ്ടാമത് ഈ സുന്നത്ത് നിസ്കാരങ്ങളെ മടക്കി നിസ്കരിക്കൽ പ്രത്യേകം ചെയ്യത്തില്ല. കാരണം ഈ രണ്ടാമത്തെ ബാഹ്യമായി ഫർദാണെങ്കിൽ പോലും അത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഹുക്മാണ് പറഞ്ഞിട്ടുള്ളത്. തന്നെയല്ല, രണ്ടാമത് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി ആദ്യത്തെ നിസ്കാരം എന്തോ കാരണവശാൽ സഹിയല്ലായിരുന്നു, കാരണം അവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസുണ്ടായിരുന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടു. അതല്ലെങ്കിൽ അവൻ ആ സമയത്ത് ഉള്ളില്ലായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ രണ്ടാമത് മടക്കി നിസ്കരിച്ച സമയത്ത് അതൊക്കെ ഉള്ളതാണ്. എന്നാലും ഈ രണ്ടാമത്തെ നിസ്കാരം കൊണ്ട് അവന്റെ ഫർദ് കൂടുകയില്ല. അപ്പൊ ഈ രണ്ടാമത് നിസ്കരിക്കുന്നത് സുന്നത്ത് മാത്രമാണ്. അപ്പൊ ആ സുന്നത്തിന്റെ ഒരു ജമാഅത്തായിട്ട് രണ്ടാമത് മടക്കി നിസ്കരിക്കാം. പക്ഷേ നേരത്തെ ഫർദ്, ആ ഫർദിന്റെ ശേഷം സുന്നത്ത് നേരെ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ സുന്നത്ത് അതുകൊണ്ട് കൂടുകയും ചെയ്തിട്ടുണ്ട്. അസ്സലാമു ഉസ്താദ്, വേറൊരാൾ അയച്ച ചോദ്യമാണ്. ചോദിച്ചിരിക്കുന്നത് ഉലൂഹിയത്തിൽ പങ്കുചേർന്ന വിദേശത്താണ് എങ്കിൽ നിയ്യത്ത് എന്ത് ചെയ്യണം? നഖവും മുടിയും മുറിക്കാൻ പറ്റുമോ? ആരെ കാലക്കാക്കണം? അതായത് ഉലൂഹിയത്തിൽ പങ്കുചേർന്ന വ്യക്തി വിദേശത്താണ് എങ്കിൽ നിയ്യത്ത് എന്ത് ചെയ്യണം? നഖവും മുടിയും മുറിക്കാൻ പറ്റുമോ? ആരെ കാലക്കാക്കണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറക്കുന്ന വ്യക്തി വിദേശത്തായി എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. താൻ ചെയ്യേണ്ടതായ ഈ കാര്യം അത് സ്വന്തം ചെയ്യാൻ കഴിവുള്ള ഒരാളെ വക്കാലത്തേൽപ്പിക്കുകയാണ് വേണ്ടത്. ചെയ്യാൻ കഴിവുള്ള ഒരാളെ വക്കാലത്തേൽപ്പിക്കുക. അപ്പൊ ഉദാഹരണം 7 ആള് കൂടിയിട്ട് ഒരു മൃഗത്തെ ഊഹിയപ്പറക്കുന്നു എന്ന് നോക്കട്ടെ. അതിൽപ്പെട്ട തന്നെ ഏതെങ്കിലും ഒരാൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അയാളെ ഏൽപ്പിച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ ഈ ആളുകൾ ഷെയറായ എല്ലാവരും കൂടി അതിന് പതിക്കുന്ന മറ്റൊരാളെ ഏൽപ്പിച്ചാൽ മതി. ആ ഏൽപ്പിച്ച ആള് ഇന്ന ആളുകൾ ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ ഊഹിയപ്പറക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ മതി. അയാൾ വിദേശത്തായാലും വേണ്ടില്ല, നാട്ടിലായാലും വേണ്ടിയില്ല. പക്ഷേ സ്ഥലത്തുണ്ടെങ്കിൽ അറക്കുന്ന സമയത്ത് സ്ഥലത്ത് ഹാജരാകാൻ സുന്നത്തുണ്ട്. അപ്പൊ തന്നെ അറക്കാൻ ശർക്കൊന്നുമില്ല, അവനർക്കമൊന്നുമില്ല. അവനറക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് സുന്നത്ത്. അവൻ അറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറക്കുന്ന സ്ഥലത്ത് അവൻ ഹാജരാകുക. എന്നിട്ട് അവൻ ഒരാളെ ഏൽപ്പിക്കുക. ആ ഏൽപ്പിച്ച ആള് അറക്കുക. അയാൾ ചെയ്തോട്ടെ, അയാളെ അറക്കാനോ ഏൽപ്പിക്കുക, നിയ്യത്ത് ചെയ്യാനോ ഏൽപ്പിക്കുക, അയാൾ ചെയ്തോട്ടെ. മുടിയും മറ്റും കൊടുക്കാൻ പറ്റാത്ത ആരാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഷെയർ ചേർന്ന അവർക്ക് മാത്രമാണ് ബാധകം. അയാളുടെ വക്കാലത്തനുസരിച്ച് അർത്ഥമാക്കി നമുക്ക് ബാധകമല്ല. മനസ്സിലായില്ലേ? ഒരാള് തന്റെ ഉള്ളിയത്ത് അറക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ഈ ഏൽപ്പിക്കപ്പെട്ട വക്കീല്
നഖവും മുടിയും മുറിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ഏൽപ്പിച്ച ഈ ഉടമക്കാരൻ അയാൾ മാസം പറഞ്ഞാൽ അന്ന് മുതൽ ഈ അറക്കുന്നത് വരെ നഖം മുടി എന്നിവ നീക്കാതിരിക്കാൻ സുന്നത്താണ്. അഥവാ നീക്കൽ കറാഹത്താണ്. ഹംബലി മദ്ഹബിലൊക്കെ ഹറാമാണ്. നമ്മളെ മദ്ഹബനുസരിച്ച് കറാഹത്തേ ഉള്ളൂ. അത് ആർക്ക് ബാധകമല്ല? ഈ അറക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വക്കീലിനത് ബാധകമല്ല. വിദ്യയിലുള്ള ഒരാൾ റമദാൻ 29 മാസങ്ങളിൽ സക്കാത്ത് കൊടുത്തു. അങ്ങനെ ആൾ നാട്ടിൽ പോയി റമദാൻ 30 നാട്ടില് 30 പെരുന്നാൾ ആയി കഴിഞ്ഞാൽ നാട്ടിൽ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? അസ്സലാമു അലൈക്കും. സക്കാത്ത് നിർബന്ധമാവുന്ന സമയത്ത് എവിടെയാണോ അവിടെ സക്കാത്ത് കൊടുത്തിരിക്കണം. ഇവിടെ പ്രശ്നം. സക്കാത്ത് നിർബന്ധമാവുന്ന സമയത്ത് ഈ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാവുക എന്ന് പറയുന്നത് റമദാൻ അവസാനിക്കുന്ന സമയം അവസാനത്തെ പകൽ ഉറൂബാവുകയും പെരുന്നാൾ രാവ് പ്രവേശിക്കുകയും ചെയ്യുന്നത് എവിടെയാണോ അവിടെയാണ് സക്കാത്ത്. അപ്പോഴാണ് സക്കാത്ത് ഉജൂബാകുന്നത്. ആ സമയത്ത് ഏത് നാട്ടിലാണുള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സംഗതി നമ്മളൊരു പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റമദാൻ 1 മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ജായിസാകുമെങ്കിലും റമദാൻ 1 മുതൽ വേണം. പെരുന്നാൾ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുന്ന സമയം അഥവാ റമദാൻ അവസാനിക്കുകയും പെരുന്നാൾ രാവ് പ്രവേശിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ കൊടുത്ത ആള് കൊടുക്കേണ്ട നിരക്കും വാങ്ങിയ ആള് വാങ്ങാവുന്ന നിരക്കും ജീവിച്ചുണ്ടാവണം. അപ്പോ ഷാഫി മദ്ഹബ് അനുസരിച്ച് സക്കാത്ത് നഖൽ ചെയ്യാൻ പാടില്ല. അപ്പൊ ഫർളാവുന്ന സമയത്ത് എവിടെയാണോ അവനുള്ളത് അവിടെ കൊടുക്കണം. ഉദാഹരണം സൗദി അറേബ്യയിലെ 29 അന്ന് മഗ്രിബാവുമ്പോൾ അവൻ ജിദ്ദയിലുണ്ട്. ഈ ജിദ്ദയിലുള്ള സമയത്ത് അവിടെ മാസം കണ്ടു. ജിദ്ദയിൽ മാസം കണ്ടു ഉറച്ചു. അപ്പൊ അവിടെ സക്കാത്ത് കൊടുത്തു. സക്കാത്ത് കൊടുത്തതിന് ശേഷം അവൻ അവിടെ രാത്രി ഫ്ലൈറ്റിൽ പോന്നു. ഇവിടെ ഇവിടെ പെരുന്നാളായിട്ടില്ല. ഇവിടെ അന്ന് റമദാൻ അത് കഴിഞ്ഞ് ഇവിടെ അവരുടെ സമയത്താണ് പെരുന്നാൾ രാവാകുന്നത്. എന്നാൽ രണ്ടാമത് മടക്കി സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവൻ 29 അന്ന് അഥവാ 30 രാവ് ജിദ്ദയിലുണ്ട്. ആ 30 രാവ് ജിദ്ദയിൽ പെരുന്നാളായിട്ട് നിലാവ് കണ്ടതായിട്ട് പെരുന്നാൾ ഉറച്ചു കഴിഞ്ഞു. ആ ഉറച്ച സ്ഥിതിക്ക് അവൻ അവിടെ സക്കാത്ത് കൊടുത്തപ്പോൾ എന്റെ സക്കാത്ത് നേടി. ഇനി നാട്ടിൽ വന്നപ്പം റമദാൻ 30 അന്ന് മഗ്രിബാവുന്ന സമയത്താണ് ഇവിടെ പെരുന്നാളാകുന്നത് എന്നതുകൊണ്ട് രണ്ടാമത് മടക്കി കൊടുക്കേണ്ടത്. അതേസമയത്ത് അവിടെ മാസം കാണാത്ത നിരക്ക് അവിടെ മാസം ഉറക്കാത്ത നിരക്ക് 29 അന്ന് അവിടെ സക്കാത്ത് കൊടുത്തു. ഇവൻ പോന്നു. അവിടെയും പെരുന്നാളായില്ല, പെരുന്നാളായില്ല. ഇവിടെ എത്തിയപ്പോൾ പിറ്റേന്ന് 30 30 അന്ന് പെരുന്നാൾ അവസാനിച്ചു. പെരുന്നാൾ രാവായപ്പം പെരുന്നാൾ ഉറച്ചു. അപ്പം നേരത്തെ അവിടെ കൊടുക്കണം. അപ്പോ അവിടെ നാട്ടിൽ പോകുന്നപ്പം ഇവിടെ എത്തിയപ്പം റമദാനാണെങ്കിൽ രണ്ടാമത് മടക്കി കൊടുക്കേണ്ടതില്ല. അവിടെയും റമദാനായിരുന്നു, ഇവിടെയും റമദാനായിരുന്നു. അവിടെ 3 കൊടുത്തുകൊണ്ട് ഇവിടെ എന്നാണ് രണ്ടാമത് സക്കാത്ത് വേറെ കൊടുക്കുന്നത്. ചോദ്യം ഇമാമ് നമസ്കാരശേഷം തിരിഞ്ഞിരിക്കേണ്ടത് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണോ അതോ അദ്കാറുകളൊക്കെ കഴിഞ്ഞ ശേഷമാണോ തിരിഞ്ഞിരിക്കേണ്ടത്? ചോദ്യം നമുക്കുണ്ട്. വേറെ ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കേണ്ടത് സുബഹിയോ മഗ്രിബോ ആണെങ്കിൽ സുബഹിക്കും മഗ്രിബിനും പ്രത്യേകം സുന്നത്തുള്ള
10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റും അല്ലാഹുമ്മ അജ്ർനി മിനൽ നാർ എന്ന ദിക്ർ 7 പ്രാവശ്യവും ആ ഇരുത്തിൽ തന്നെ ചൊല്ലൽ ഇമാമിനും മഅ്മൂമിനും സുന്നത്താണ്. അപ്പോ അവിടെ അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇമാമ് തിരിഞ്ഞിരിക്കേണ്ടത്. അല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെ തിരിഞ്ഞിരുന്നതിന് ശേഷമാണ് ദിക്റുകളും മറ്റു കാര്യങ്ങളും ചൊല്ലേണ്ടത്. അതാണ് അതിന്റെ പൂർണ്ണമായ രൂപം, അർത്ഥം സുന്നത്തായ രൂപം. മറിച്ച് ചെയ്താൽ ഹറാമാണെന്ന അർത്ഥത്തിലല്ല, സുന്നത്തായ രൂപം അല്ലാതെ വരും. പക്ഷേ മഗ്രിബിലും സുബ്ഹിക്കും ഈ 10ഉം 7ഉം ദിക്റുകൾ അതേ ഇരുത്തി തന്നെ ഇരുന്ന് ചെല്ലൽ ഇമാമിന് സുന്നത്തുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് തിരിഞ്ഞിരിക്കേണ്ടത്. മറ്റു നിസ്കാരങ്ങളിലൊക്കെ തിരിഞ്ഞിരുന്നതിന് ശേഷമാണ് ദിക്റും ദുആകളും ഒക്കെ ചെല്ലത്തുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് അയച്ചു തന്ന ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യത്തിന്. വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് ദുഹാ നിസ്കാരത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ദുഹാ നിസ്കാരത്തിന് പാകം ഇക്കാമത്തും പറഞ്ഞാലും സുന്നത്തുണ്ടോ, അതല്ലെങ്കിൽ അതിൽ ഓതേണ്ടതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സുഹൃത്തുക്കൾ പറയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഏത് സുന്നത്ത് നിസ്കാരത്തിലും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല. പക്ഷേ ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിൽ അസ്വലാത്ത് ജാമിഅ എന്ന് പറയുന്ന സുന്നത്തുണ്ട്. ദുഹാ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് അതിന് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല, അസ്സലാത്ത് ജാമിഅ വിളിച്ചു പറയലും സുന്നത്തില്ല. എന്നാൽ ദുഹാ നിസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ ഒന്നാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വശംസി വദ്ദുഹാ എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ വദ്ദുഹാ വല്ലൈലി എന്ന സൂറത്തും പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ ദുആയുടെ എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതലും സുന്നത്തുണ്ട്. അപ്പൊ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിൽ ഫസ്റ്റ് ആദ്യം നിസ്കരിക്കുന്ന ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും വശംസി വദ്ദുഹാ എന്ന സൂറത്തും ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ വദ്ദുഹാ വല്ലൈലിയും ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. പിന്നീട് നിസ്കരിക്കുന്ന എല്ലാ 2 റക്അത്തുകളിലും ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഓതുക. ഇങ്ങനെ ഓരോ സുന്നത്തുണ്ട് എന്ന് മഹാന്മാരായ ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? അസ്സലാമു അലൈക്കും. ഒരു വീട്ടിൽ ഉള്ള ആളുകൾ 7 ആളുകൾ ഒന്ന് മാത്രം അർത്താൻ മതിയോ? വീട്ടിൽ ഒരാൾ അർത്തുകൊണ്ട് എല്ലാവരും കിട്ടുമോ? അല്ല മറ്റുള്ളവരുള്ള വേറെ അർക്കേണ്ടതുണ്ടോ? ഒരു വ്യക്തി, ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ ഒരു പുരോഹിതത്താൽ ആ കുടുംബത്തിന്റെ സുന്നത്ത് കിഫായത്തായതുകൊണ്ട് കടമ വീടും. എന്നാൽ ഓരോരുത്തരും പ്രത്യേകം മാർക്കൽ സുന്നത്താണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് 7 ആളുകൾ കൂടി ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു മാട് എന്നിവ അറക്കുന്നത് അതിന്റെ ചുരുങ്ങിയ രൂപമാണ്. അങ്ങനെയാണ് ഇതിന്റെ നിയമം. 7 ആൾ കൂടിയിട്ട് 7 കുടുംബങ്ങളിൽപ്പെട്ട 7 ആൾ കൂടിയിട്ട് ഒരു മൃഗത്തെ അറുത്താൽ ഈ അർത്ഥർക്ക് മൂല്യം കിട്ടും. ബാക്കി കുടുംബാംഗങ്ങളെ പറ്റി ഈ കൽപ്പന വിടുകയും ചെയ്യും. എന്നാൽ ഓരോരുത്തരും കഴിവുണ്ടെങ്കിലും പ്രത്യേകം അർക്കൽ സുന്നത്ത് തന്നെയാണ്. ബാപ്പാക്ക് കഴിവുണ്ട്, അതോടുകൂടി പ്രായപൂർത്തിയെത്തിയ 2-3 മക്കളുണ്ട്, അവർക്കും സാമ്പത്തികമായി കഴിവുണ്ട്. എന്നാൽ അവർക്കും പ്രത്യേകം സുന്നത്തുണ്ട്.
എന്നാൽ കുടുംബത്തിൽ ഒരാൾ ബാക്കിയുള്ളവരുടെ കടമ വീടും. പക്ഷെ സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ കഴിവുള്ളവരൊക്കെ വേറെ ചെയ്യൽ സുന്നത്താണ്. ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മള് ഒവ്വോ എടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറാഹത്താണ് എന്നും, അതുപോലെ പാട്ടിൽ നിന്നുണ്ടാക്കുന്ന സമയത്ത് ഈ കറാഹത്ത് ബാധകമല്ല എന്ന് പറയുന്നതുണ്ട്. അത് രണ്ടും ഒരേ ഇതല്ല ചെയ്യുന്നത്. എന്താണ് അതിന്റെ കാരണമെന്നാണ് ചോദിച്ച്. കാരണം കൂടാതെ മറ്റൊരാളോട് കുളിക്ക് എന്നിവ സഹായം തേടൽ കറാഹത്താണ്. കാരണമുണ്ടെങ്കിൽ കറാഹത്തില്ല. ഉദാഹരണം, ഒരാൾ രോഗിയാണ്, അല്ലെങ്കിൽ ഒരാൾ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ മറ്റൊരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടോ അവയവങ്ങൾ തേച്ചൊരച്ചു കൊടുക്കുന്നത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല. അതൊന്നുമില്ല. ഇയാൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇയാൾക്ക് എന്തെങ്കിലും ക്ഷീണമോ അസൗകര്യമോ രോഗമോ ഉള്ളതുകൊണ്ടല്ല, അല്ലാതെ മറ്റൊരാളോട് സഹായം ചെയ്യിക്കുക എന്ന് പറയുന്നത് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന താഴ്മയും വണക്കവും ആവുന്ന രൂപത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ട് കാരണം കൂടാതെ സഹായം തേടൽ കറാഹത്താണ്. അതേസമയത്ത് കാരണമുള്ളവർക്ക് കറാഹത്ത് ഇല്ല. ഇനി നമുക്ക് ഖത്ം ദ്വാരക്കാനും ഉണ്ട്, അതുപോലെ സ്വലാത്ത് ദ്വാരക്കാനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് കൈപൊക്കേണ്ട സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഉള്ള ആളുകൾ പെട്ടെന്ന് എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ ഒരു റേഡിയോ ശ്രോതാവ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അവസാനത്തില് നിർബന്ധമായിട്ടുള്ള ഘടകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിർബന്ധമായത് അത്തഹിയാത്തിന്റെ ചുരുങ്ങിയ കോലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ഇത് രണ്ടും അവസാനത്തെ അത്തഹിയാത്തിൽ നിർബന്ധമാണ്. എന്നാൽ അബ്വാബ് സുന്നത്തുകളിൽപ്പെട്ട മുഅക്കദായ സുന്നത്തും ഉപേക്ഷിച്ചാൽ സുജൂദ് വേണ്ടി വരുന്നതായ സുന്നത്താണ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്തിൽ. അപ്പൊ അത്തഹിയാത്തിന് ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തില്ല. സലാമുൻ അലൈക അയ്യുഹ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു, സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് ചുരുങ്ങിയ തഹിയാത്ത്. പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. ഇപ്പൊ ഫർദ് വേണ്ടി വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ അബ്വാബ് സുന്നത്തുമായി ബാക്കിയുള്ളതൊക്കെ സുന്നത്തുകളാവും. ഓക്കേ. ചോദ്യം, രണ്ട് നിലയുള്ള പള്ളിയിൽ നിന്ന് ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്കുള്ള ഏണി പള്ളിയിൽ നിന്നല്ല പള്ളിയിലേക്കല്ല ഉള്ളത്. അപ്പോൾ ആ പള്ളിയിലെ മുകളിലുള്ള ജമാഅത്ത് ശരിയാകുന്ന ജമാഅത്ത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. മുകളിലുള്ള ആളുകൾക്ക് താഴെയുള്ളവരെ തുടരണമെങ്കിലും താഴെയുള്ള ആളുകൾക്ക് മുകളിലുള്ള ആളുകളെ തുടരണമെങ്കിലും പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വഴി ഉണ്ടായിരിക്കാൻ ശർത്താവും. അത് ജമാഅത്തിന്റെ ബാബിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു വിശദമായിട്ട് പറയും. അപ്പോ താഴെ തട്ടിൽ നിന്ന് ഒന്നാം നിലയിലേക്കുള്ള ഏണി പള്ളിയുടെ പുറത്തു നിന്നാണെങ്കിൽ ആ മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് താഴെ നിൽക്കുന്ന ഇമാമിനെ തുടർന്ന് നമസ്കാരം ചെയ്യാവൂ. തിരിച്ചാണ് ഇമാമുകൾ താഴെയാണെങ്കിൽ എന്നാലും ചെയ്യാവൂ. ഇനി അതുപോലെ തന്നെ ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്കുള്ള ഏണി പള്ളിയുടെ പുറത്തുനിന്നാണെങ്കിൽ ആ മുകളിലുള്ള ആളുകൾക്ക് താഴെയുള്ള ഇമാമിനെ തുടരാൻ പറ്റൂല. അപ്പൊ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി മുകളിലുള്ളവർക്ക് താഴെയുള്ളവരെയും താഴെയുള്ളവർക്ക് മുകളിലുള്ളവരെയും തുടരാൻ ശർത്താവും.
ആരാ പുതിയ ഒരാളുണ്ടല്ലേ? ഒറ്റ ചോദ്യം ചോദിച്ചു മതിയാക്കാൻ സമയം ഇല്ല. അവരിങ്ങനെ വളരെ മുന്നോട്ടിരിക്കാം. ഏഴാളുകൾ ചേർന്ന് അറക്കുന്ന ഒരു മൃഗത്തിന്റെ പറ്റുമോ? പിന്നൊന്ന് വക്കാലത്താക്കപ്പെട്ട ആൾ താടി മുടി നഖം നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടോ? പിന്നോട് 60 സമയം പാലിക്കേണ്ട നിബന്ധന. ഏഴാളുകൾക്ക് മുടി അറക്കുകയാണെങ്കിൽ അതിൽ 7 ആളുകളും കൈക്കൊള്ളും എന്ന ഷർത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ 2 3 ആളുകൾ അവരുടെ വിഹിതം ഹഖീഖത്താക്കി ബാക്കിയുള്ള ആളുകൾ അവരുടെ വിഹിതം അതിന് കുഴപ്പമില്ല. അങ്ങനെയല്ല 5 ആളുകളാണുള്ളത്. അതില് 2 ആള് ഒരു വീതം ഒരു വീതം ഹഖീഖത്തുമാക്കി. അപ്പൊ മൊത്തം 5 വിഹിതം 2 വീതം ഹഖീഖത്തുമാക്കി. അതിൽപ്പെട്ട 2 ആള് 2 ബാക്കിയുള്ളവർക്ക് ഒന്നും കുഴപ്പമില്ല. അതായത് 7 ഒരു ഭാഗം കൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഒരാൾ ഉദയത്താക്കുന്നു, അടുത്ത ആള് ഹഖീഖത്താക്കുന്നു, അടുത്ത ആള് നേർച്ചയാക്കുന്നു, അടുത്ത ആള് ഇറച്ചി ഇറക്കാൻ വേണ്ടി. അതിനൊന്നും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? 7 അധികം ആള് ചേരാൻ പാടില്ല. ഈ 7 ആള് ഏഴാളും കൂടി ഷർത്തില്ല. 7 ആളും കൂടി കുഴപ്പമില്ല. അങ്ങനെ ആവാം. അതിൽപ്പെട്ട കുറച്ചാളുകൾ ബാക്കി കുറച്ചാളുകൾ ഹഖീഖത്താക്കി. അതൊന്നും കുഴപ്പമില്ല. ഇനി അതിൽപ്പെട്ട ആള് തന്നെ കുറച്ച് ഭാഗം ഉപയോഗിക്കുവാക്കി കുറച്ച് ഭാഗം ഹഖീഖത്തുമാക്കി എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം? 7 പറയാൻ പാടില്ല. 7 ഒരു ഹഖീഖത്തും മറ്റൊരു അങ്ങനെ ഒരാൾ അതിനൊന്നും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പിന്നെ ഈ ഉടമക്കാര് മാത്രമേ നഖം മുടിയും എന്നിവ നീക്കൽ കറാത്തുള്ളൂ. അല്ലാതെ ഈ ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ വക്കാലത്താക്കി നമുക്ക് വേണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ച അയാൾ മുടിയും ഒന്നും നീക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഉദ്ദേശിച്ച വ്യക്തി ഞാനിപ്പോ 5 ആൾ കൂടിയിട്ട് അല്ലെങ്കിൽ 6 ആൾ കൂടിയിട്ട് ഞാൻ 7 ഒരാളായി ഞാൻ. എന്നാൽ ഈ പറഞ്ഞ 7 ആളുകളും നഖവും മുടിയും നീക്കൽ കറാത്താണ്. എന്നാ ഞങ്ങൾ 7 ആളുകളാക്കുമ്പോൾ വേറൊരാളെ തെപ്പിച്ചിട്ടാണ് അയാൾക്ക് നിയമൊന്നും പറയുകയല്ല. അയാൾ നഖം മുറിക്കുന്നതിനോ മുടി മുറിക്കുന്നതിനോ കുഴപ്പമില്ല. അതൊരു ചെറിയ ചോദ്യമാണ്. ഉസ്താദ് നേരത്തെ പള്ളിയുടെ മസല പറഞ്ഞില്ല, ജുമാ ആണെങ്കിൽ ജുമാ ലഭിക്കോ എന്നോട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുകൂടാതെ എനിക്ക് ചോദിക്കാനുള്ള ഉസ്താദ് സർദേശ സൂറത്ത് കേൾക്കുമ്പോൾ നമ്മൾ എന്തോ മറുപടി പറയുന്നത് സുന്നത്താണെന്ന് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിരുന്നു. അത് എന്താണ് മറുപടി പറയേണ്ടതെന്ന് പറയാനുള്ള മറന്നുപോയി. അത് ഉസ്താദ് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏത് മനസ്സിലായി? ചോദ്യത്തിന് എന്തോക്കെ അവ്യക്തത. എന്താ പറഞ്ഞത്? ഏത് പള്ളിനെ പറ്റി പറഞ്ഞില്ലേ? കോണിന്റെ നേരത്തെ ചോദിച്ചിരുന്ന നേരത്തെ കുട്ടികളുണ്ടല്ലോ പള്ളി പറ്റി ചോദിച്ചില്ല. അതാണോ പറയുന്നത്? അതല്ല അപ്പോൾ ചോദിച്ചില്ലേ കോണി? വേറൊരാളോ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കി ചോദിക്കുമ്പോൾ അതിനോട് കൃത്യമായിട്ട് പറയണ്ടേ? അത് ജമാഅത്തിനെ സയ്യാവോ? കോണിന്റെ അവസരം പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വഴി ഉണ്ടായിരിക്കൽ ഷർത്താണ്. ജമാഅത്ത് സയ്യാണെങ്കിൽ ജമാഅത്തിലാണെങ്കിൽ ജമാഅത്ത് സയ്യാവോ? അതിന്റെ ഒരു ചോദ്യമല്ലല്ലോ. സുന്നത്തായ ജമാഅത്തിനെ സയ്യാവോ? അതിന്റെ ഫർളായ ജമാഅത്ത് സയ്യാവോ? ജുമാഅത്തിലൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ, അത് ആദ്യം തന്നെ ഹറാമാണ്. അതിന് പുറമെ ഇപ്പോ ആദ്യ പള്ളികളൊക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് കോടി മുറ്റത്തുനിന്ന് പുറത്തുനിന്ന് വേറെ വെക്കണേ. താഴത്തെ ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് പുറത്തുനിന്ന് കോടി വെക്കുകയാണ്. ആ നിസ്കാരം തന്നെ സയ്യാവൂല. ഫർള് വേറെ മണിക്ക് നിസ്കരിക്കണം. മനസ്സിലായില്ലേ?
അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി നമുക്ക് ഖത്തും ദുആ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്വലാത്ത് ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളായ നാട്ടിൽ മുസ്ലിം സമുദായത്തിനിടയിൽ മനഃപൂർവ്വം കുഴപ്പവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം അക്രമം അഴിച്ചു വിടുകയും നിരപരാധികളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുക. അതൊക്കെ സഹിക്കായിരുന്നു. എന്നിട്ട് സ്റ്റേജിൽ പച്ചക്കള്ളം പറഞ്ഞ് ആട്ടച്ചാക്കായി മരിച്ചതാണെന്നും പണ്ട് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നുമോന് കത്തി കൊണ്ട് റമളാൻ മാസത്തിൽ വൈകുന്നേരം കൊലപ്പെടുത്തിയിട്ട് ആ കൊലപാതകം എന്ന് പറയുന്നത് ഖുർആനിൽ വ്യക്തമായി നരകം പ്രഖ്യാപിച്ച തമ്മാടിത്തരം ചെയ്തതിന്റെ പുറമെ മരണപ്പെട്ടുപോയ ആ കുഞ്ഞു എന്ന് പറയുന്ന ആ നല്ലവനായ ചെറുപ്പക്കാരനെ പറ്റി പച്ച ബുഹ്താനും ഗീബത്തും പറഞ്ഞ് സ്റ്റേജ് കെട്ടി കള്ളുണ്ടായിരുന്നു വയറ്റിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഗീബത്ത് പറയൽ സാധാരണക്കാരെ പറയലാണെങ്കിൽ ചെറുദോഷവും ആലിമീങ്ങൾ പറയുന്നത് വൻദോഷവുമാണ്. എന്നാൽ മരണപ്പെട്ടു പോയ ഒരു മോഹിനായ മനുഷ്യനെ പറ്റി ഗീബത്ത് പറയൽ വൻദോഷമാണ് എന്നല്ല. എന്നിട്ട് താടി വെച്ച് തലേ കെട്ടിയ ആളുകൾ സ്റ്റേജിൽ കയറിയിട്ട് പരിശുദ്ധ റമളാൻ മാസത്തിൽ ബദരീങ്ങളാണ്ടില്ലെന്ന് അക്രമമായിട്ട് കൊലപ്പെടുത്തിയതിന്റെ പുറമെ സ്റ്റേജ് കെട്ടിയിട്ട് മദ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പോലെയുള്ള അടിത്തരം ഒരു നല്ലവരായ നാട്ടുകാരനവർ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനുമാകുന്ന മാന്യനായ വ്യക്തി കുഴപ്പമുണ്ടാക്കണി എന്ന് പറഞ്ഞപ്പോ അയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് ആട്ടച്ചാക്കായിട്ടാണ് ഇത് പറഞ്ഞ് നടക്കുന്ന ഇത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ അർഹിക്കുന്നത് ദുനിയാവിൽ തന്നെ കൊടുത്തുകൊണ്ട് ളാലിമീങ്ങളുടെ ഉൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുകയില്ല എന്ന് കാണിക്കുമാറുള്ള അലാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒഴിവാക്കി അക്രമികൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി വളം വെച്ചു കൊടുത്ത് പോലീസിനെ മൂക്കുകയറിട്ട് പിടിച്ച് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സമ്മതിക്കാതെ പിന്തുണ കൊടുക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം ഉൾക്കൊള്ളുമാറുള്ള അടയാളങ്ങൾ ആയത്തുകൾ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സമാധാനശീലരും സത്യസന്ധരും സന്മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ ആളുകൾക്ക് അല്ലാഹു തആല വിജയവും സലാമത്തും നൽകുമാറാകട്ടെ. ഫാത്തിഹ ഓതി ഈ 14 ഖത്മ് നമ്മള് ക്ലാസ്സിൽ അബുഹാജിക്ക് വേണ്ടി ഖത്മ് എടുത്ത്